നമ്മൾ ഇന്ന് ഓർഗാനിക്കിന്റെ 4ാമത്തെ പാർട്ടിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പാർട്ട് കാണാത്ത ആളുകൾ എന്ത് ചെയ്യണം? അത് പോയി കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? 4ാമത്തെ പാർട്ട് കാണുക. അപ്പോ നമ്മൾ ഇന്ന് ഓർഗാനിക്കിന്റെ 4ാമത്തെ പാർട്ടിലോട്ട് കിടക്കുകയാണ്. നിങ്ങൾക്കൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് ഹാലജൻ കോമ്പൗണ്ട്സുകൾ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന നെയിമിങ്, അതിന്റെ റിയാക്ഷൻസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹാലജൻ കോമ്പൗണ്ട്സിനെ നമ്മൾ എന്തെന്നാ വിളിക്കുക? ഹാലോ കോമ്പൗണ്ട്സ് എന്നാണ് വിളിക്കുക. ഓക്കെ ആണല്ലോ? ഹാലജൻ കോമ്പൗണ്ട്സിനെ നമ്മൾ എന്താ വിളിക്കുക? ഹാലോ കോമ്പൗണ്ട്സ് എന്ന്. ഹാലജൻ കോമ്പൗണ്ട്സ് പീരിയോഡിക് ടേബിളിൽ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. ആരൊക്കെയായിരുന്നു ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്? നമ്മൾ ഹാലജൻ കോമ്പൗണ്ട്സിനെ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് കൊണ്ടിട്ടാണ്. എക്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആരൊക്കെയാണ്? ഫ്ലൂറിൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്, അൈഡിൻ ഉണ്ട്, അസ്റ്റാൻഡ് ഉണ്ട്. നമ്മൾ ഇത്രയും പേര്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അൈഡിൻ, അസ്റ്റാൻഡ്, ഇത്രയും പേരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഹാലജൻ കോമ്പൗണ്ട്സ് ഓർഗാനിക്കിനകത്ത് എന്നുവെച്ചാൽ ഓർഗാനിക് കോമ്പൗണ്ടിലും വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻസിനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഹാലജൻ കോമ്പൗണ്ട് ചെയിനകത്ത് വരുവാണെങ്കിൽ, അതായത് CH3, CH2, CH2, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് നമ്മൾ പറഞ്ഞു? ഹാലജൻ കോമ്പൗണ്ട് ആണ്. അപ്പം ഒരു ഹാലജൻ കോമ്പൗണ്ട്സ് ഒരു ചെയിനകത്ത് വരുവാണെങ്കിൽ ഇവരെ നമ്മൾ എന്ന് വെച്ചാൽ ഒരു ബ്രാഞ്ച് അല്ല, ഒരു ചെയിനകത്ത് വരുവാണെങ്കിൽ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലോ ആൽക്കീൻസ്. അതായത് ചെയിനകത്ത് ആര് വരുന്നു? ഹാലജൻ കോമ്പൗണ്ട്സ് വരുവാണെങ്കിൽ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലോ ആൽക്കീൻസ്. അപ്പൊ ഹാലോ ആൽക്കീൻസിനകത്ത് ആരുണ്ടായിരിക്കും? ഹാലോ ആൽക്കീൻസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്കൾ ഇവിടെ 2 ഹൈബ്രിഡൈസേഷൻസ് പറയുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. sp2 ഹൈബ്രിഡൈസേഷനും sp3 ഹൈബ്രിഡൈസേഷനും പറയുന്നുണ്ട്. sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ടിലാണ് എന്ത് നടക്കുന്നത്? sp3 ഹൈബ്രിഡൈസേഷൻ നടക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കണം. അതായത് നമ്മൾ ഏതോ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എസ് ബ്ലോക്കിന്റെയും അല്ല അത് എനിക്ക് തോന്നുന്നത് പീരിയോഡിക് ടേബിൾ ആണെന്ന് തോന്നുന്നു. നമുക്ക് SpDF എന്ന് പറഞ്ഞ സബറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിനകത്തുള്ള നമ്മുടെ ഓർബിറ്റിന്റെ സ്ട്രക്ചർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ എന്താ എസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറഞ്ഞു? സ്പെറിക്കൽ ആണ്, പി ഡംബൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെ SP ഓവർലാപ്പിംഗ്, എസും 2 P ഓർബിറ്റിലൂടെ ഓവർലാപ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നമുക്ക് ഇനി കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അവിടെ നമുക്ക് ഈ sp2 ഹൈബ്രിഡൈസേഷൻസ് ഒക്കെ എന്ത് വേണം? ഡീറ്റെയിൽ ആയിട്ട് വേണം. അപ്പൊ ഇവിടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ sp2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ബോണ്ട് ഉള്ളിടത്താണ് sp2 ഹൈബ്രിഡൈസേഷൻ ഉള്ളതെന്ന് ഓർക്കണം. ഡബിൾ ബോണ്ട് ഉള്ളിടത്ത് sp2 ഹൈബ്രിഡൈസേഷനും sp3 ഹൈബ്രിഡൈസേഷൻ എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ ബോണ്ട് ഉള്ളിടത്താണ് എന്ത് നടക്കുന്നത്? sp3 ഹൈബ്രിഡൈസേഷൻ. തിരിഞ്ഞു പോകരുത്. sp3 ആണെങ്കിൽ സിംഗിൾ ബോണ്ടും 2 ആണെങ്കിൽ ഡബിൾ ബോണ്ടും. ഏതെങ്കിലും ഒരെണ്ണം ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പൊ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് എന്താ അവിടെ sp3 ഹൈബ്രിഡൈസ് കാർബൺ ആറ്റത്തിനകത്ത് എന്ത് വരുന്നു? ഹാലജൻ വരുന്നു. അപ്പൊ ഹാലോ ആൽക്കിൻ കണ്ടെയ്ൻ ഹാലജൻ ആറ്റം അറ്റാച്ച്ഡ് ടു ദ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം. അതായത് സിംഗിൾ ബോണ്ടിൽ ആര് വരുന്നു? നമ്മുടെ ഹാലജൻ വരുവാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലോ ആൽക്കേൻ. ഓക്കെ ആണല്ലോ? അതായത് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. ഇനി അങ്ങോട്ട് പോകുന്നിടത്തെല്ലാം നമ്മൾ എന്ത് പറയുന്നുണ്ട്? sp2 ഹൈബ്രിഡൈസ്ഡും അതേപോലെ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, നമ്മൾ എന്തിനാണ് ഈ ചാപ്റ്റർ അടുത്ത് നോക്കിക്കേ, അതിനടുത്ത് പറഞ്ഞേക്കുന്ന കാര്യം നോക്കിയേ, ഹാലോ അരീൻസ്. നമ്മൾ പറഞ്ഞു അരീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? റിംഗ് സ്ട്രക്ചേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അരീൻസ് എന്ന്. അതായത് നമ്മുടെ ഒരു ബെൻസീൻ റിങ്, ആ ബെൻസീൻ റിങ്ങിനകത്ത് ആര് വരുന്നു? ഒരു ഹാലജൻ വരുന്നു. അപ്പം ബെൻസീൻ റിങ്ങിനകത്ത് എന്തുണ്ട് മക്കളെ? ബോണ്ട് ഉണ്ടല്ലോ. ഞാൻ ഈ ബോണ്ടിനെ എന്തായിട്ട് വരച്ചു വെച്ചേക്കാണ്? ഒരു സർക്കിൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്തേക്കുവാണ്. അപ്പൊ നമ്മൾ അല്ലാതെ വരയ്ക്കുമ്പോ എങ്ങനെയാ വരുന്നത്? ഡബിൾ ബോണ്ട് വരുമല്ലോടാ ഇവിടെ എല്ലാം. എങ്ങനെയാ വരുന്നത്? ഡബിൾ ബോണ്ട് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ എന്തിനെ കൊടുത്തു? ഹാലജനെ കൊടുത്തു, ക്ലോറിനെ കൊടുത്തു. അപ്പൊ നോക്കിക്കേ, sp2 ഹൈബ്രിഡൈസ്ഡ് ഹാലജൻ എന്ന് പറഞ്ഞാൽ, അല്ലെ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? ഡബിൾ ബോണ്ട് ഉള്ള കാർബൺ. ഡബിൾ ബോണ്ട് ഉള്ള കാർബണിൽ ആര് വരുന്നു? റിങ്ങിനകത്ത് ഹാലജൻ വരുവാണെങ്കിൽ അവരെ നമ്മൾ ഹാലോ അരീൻസ് എന്ന് വിളിക്കും. അപ്പൊ ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഹാലോ അരീൻസ്. ഓക്കെ ആണല്ലോ? ഹാലോ അരീൻസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ വേറൊരു പേര് വിളിക്കും, ക്ലോറോ ബെൻസീൻ എന്ന് വിളിക്കും. ബെൻസീന്റെ പേര് വെച്ചിട്ട് നമ്മൾ വിളിക്കും. ഓക്കെ ആണല്ലോ? നമ്മൾ എന്തിനാണ് ഈ ചാപ്റ്റർ പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ ഹാലോ ആൽക്കിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുന്നതിന്റെ ആവശ്യകത എന്താണെന്ന് അറിയാമോ? നമ്മളുടെ
ഡെയിലി ലൈഫിൽ നമുക്ക് മെഡിസിനൽ പ്രോപ്പർട്ടീസിന് ഈ ഹാലോ ആൽക്കീൻസ് കോമ്പൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിലെ മെഡിസിനൽ പ്രോപ്പർട്ടീസും അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ട് നമ്മുടെ ഹാലജൻ കോമ്പൗണ്ട്സ് അതായത് ഹാലോ ആൽക്കീൻസ് കോമ്പൗണ്ട്സുകൾ എന്തുണ്ട്, കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് ഒരു ഹാലോ ആൽക്കീൻ കോമ്പൗണ്ട് ആണ് ക്ലോറമാഫെനിക്കോൾ. ഒരു ഹാലോ ആൽക്കിൻ കോമ്പൗണ്ട് ആണ് ക്ലോറമാഫെനിക്കോൾ. അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, ആന്റിബയോട്ടിക് ആയിട്ട് ആക്ട് ചെയ്യുന്നു. എന്തിന്റെ ട്രീറ്റ്മെന്റിനാ, ടൈഫോയിഡ് ഫീവറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ എന്തിനായി ചാപ്റ്റർ പഠിക്കുന്നതെന്ന് മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം നോക്കിക്കേ, നമ്മുടെ തൈറോക്സിനിലല്ലേ, തൈറോക്സിൻ എന്താ, നമ്മുടെ ബോഡിയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, അയഡിൻ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേ തൈറോക്സിൻ ഹോർമോൺ ഉണ്ടാകുന്നത്. അതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന രോഗമാണ് എന്ത്, ഗോയിറ്റർ. അപ്പൊ അയോഡിൻ എന്ന് പറയുന്നത് എന്താ, ഒരു ഹാലജൻ കോമ്പൗണ്ട് ആണ്. അതുപോലെ ക്ലോറോക്വിനോൺ, അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മലേറിയയുടെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞ് ഹാലോത്തിൻ എന്തിനു വേണ്ടി, അനസ്തേറ്റിക് സർജറിയിൽ അനസ്തേറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് ഹാലോ ആൽക്കീൻസിനെ പറ്റിയിട്ടാണ്, ഹാലോ ആൽക്കീൻസിനെയും ഹാലോ അരീൻസിനെയും. ഹാലോ ആൽക്കീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ചെയിനകത്ത് എന്ത് വരുന്നു, ഹാലജൻ വരുന്നു. അപ്പൊ ചെയിനിൽ എന്ത് വരുന്നു, ഹാലജൻ വന്നു കഴിഞ്ഞാൽ, ചെയിനകത്ത് എന്ത് വരുന്നു, ഹാലജൻ കോമ്പൗണ്ട് വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ ഹാലോ ആൽക്കീൻസ് എന്ന് വിളിക്കുന്നു. അവരെന്തായിരിക്കും, sp3 ഹൈബ്രിഡൈസ് ആയിരിക്കും. അതായത് ഇവിടെ എല്ലാം എന്താ, സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ sp3 ആണെങ്കിൽ സിംഗിൾ ബോണ്ടും sp2 ആണെങ്കിൽ ഡബിൾ ബോണ്ടും ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ കാര്യം എന്താണ്, ഹാലോ അരീൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു റിങ്ങിനകത്ത് ആര് വരുന്നു മക്കളെ, നമ്മുടെ ക്ലോറിൻ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ അയഡിൻ വരുന്നു, അല്ലെങ്കിൽ ബ്രോമിൻ വരുന്നു. ഈ ചാപ്റ്റർ എന്തിനു പഠിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. ക്ലോറമാഫെനിക്കോൾ എന്ന് പറയുന്ന ഒരു ഹാലോ ആൽക്കീൻസ് ആണ്. തൈറോക്സിൻ നമ്മുടെ ഗോയിറ്റർ ഉണ്ടാക്കുന്ന അവിടെ നമ്മൾ തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയഡിൻ എന്താ, ഒരു ഹാലജൻ കോമ്പൗണ്ട് ആണ്. ക്ലോറോക്വിനോൺ എന്താണ്, ഒരു ഹാലജൻ കോമ്പൗണ്ട്സ് ആണ്. അപ്പം ഹാലജൻ കോമ്പൗണ്ട് അല്ല, ഹാലോ ആൽക്കൈൻ കോമ്പൗണ്ട് ആണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി, പല ഡിസീസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം അടുത്തതിലോട്ട് പോവുകയാണെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഹാലോ ആൽക്കീനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്പർ ഓഫ് ഹാലജൻ ആറ്റിന്റെ ബേസിലാണ്. എത്രത്തോളം ഹാലജൻ ആറ്റം പ്രസന്റ് ആയിട്ടുണ്ട് മക്കളെ. ഇത് ഹാലോ അരീൻസ് ആണ്, ഇത് ഹാലോ ആൽക്കീൻസ് ആണ്. അരീൻസ് എന്ന് പറഞ്ഞ റിങ് വരുന്നതിനാണ് നമ്മൾ അരീൻസ് എന്ന് വിളിക്കുന്നത്. നോക്കിക്കേ, ഒന്നാമത്തെ കോമ്പൗണ്ട് എടുത്തു, അതിൽ എത്ര ഹാലജൻ ഉണ്ട്, ഒരു ഹാലജൻ. എത്ര ഹാലജൻ ഉണ്ട്, ഒരു ഹാലജൻ. അതുകൊണ്ട് അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോ ഹാലോ ആൽക്കെയിൻ. രണ്ടാമത് നോക്കിക്കേ, എത്ര ഹാലജൻസ് വന്നു, രണ്ടെണ്ണം ആയതുകൊണ്ട് അവരെ നമ്മൾ എന്തെന്ന് വിളിച്ചു, ഡൈ ഹാലോ ആൽക്കെയിൻ എന്ന് വിളിച്ചു. അടുത്ത നോക്കിക്കേ, മൂന്ന് ഹാലജൻസ് വന്നു, അപ്പൊ ഇവരെ നമ്മൾ വിളിക്കും ട്രൈ ഹാലോ ആൽക്കെയിൻ. അപ്പൊ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്പർ ഓഫ് ഹാലജൻ ആറ്റം, എത്രത്തോളം ഹാലജൻ ആറ്റം ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒരു ഹാലജൻ ആണെങ്കിൽ മോണോ, രണ്ടാണെങ്കിൽ ഡൈ, മൂന്നാണെങ്കിൽ ട്രൈ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് അതേപോലെ തന്നെയാണ് എന്ത്, നമ്മുടെ ഒരു റിംഗ് എടുത്തു, അരീൻ കോമ്പൗണ്ട് എടുത്തു. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ആദ്യം ദാണ്ട് ഒരു ഹാലജൻ വന്നു, അപ്പൊ അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണോ ഹാലോ അരീൻ. ഇവിടെ നോക്കിക്കേ, രണ്ട് പേര് വന്നല്ലോ, അപ്പൊ ഇവരെ നമ്മൾ എന്തെന്ന് വിളിക്കൂ, ഡൈ ഹാലോ അരീൻ. അത് കഴിഞ്ഞ് 3 പേര് വന്നു, റിങ്ങിനകത്ത് എത്ര പേര് വന്നു, 3 ഹാലജൻസ് വന്നു. ആ 3 ഹാലജൻസിനോട് ചേർത്ത് നമ്മൾ എന്തെന്ന് വിളിക്കും, അത് എവിടെയാ വന്നത്, അരീൻ കോമ്പൗണ്ടിനകത്ത്, റിംഗ് സ്ട്രക്ചറിനകത്താണ് വന്നേക്കുന്നത്. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രൈ ഹാലോ അരീൻ. ഓക്കെ ആണല്ലോ. അപ്പൊ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് നമുക്കറിയാം, ഹാലജൻ ആണ്. എപ്പോഴും ഓർത്ത് വെച്ചേക്കണം, എക്സ് എന്ന് പറഞ്ഞാൽ ഹാലജൻ ആണ്. ആരൊക്കെ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ഇവരൊക്കെയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനോട്ട് പോകുവാണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ sp3CX ബോണ്ട്. അപ്പൊ നമുക്കറിയാം sp3 എവിടെയാ വരുന്നത്, സിംഗിൾ ബോണ്ടിലാണ് വരുന്നത്. sp3 എവിടെയാ വരുന്നത്, sp3 ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്നത് സിംഗിൾ ബോണ്ട് ആണ്. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ മക്കളെ, നമ്മുടെ ഒരു ഹാലജൻ വന്നു. എന്തുണ്ട്, ഇവിടെ ഒരു ആൽക്കിൽ കോമ്പൗണ്ട് ഉണ്ട്. പിന്നെ ഒരു എക്സാമ്പിൾ ഞാൻ എഴുതുവാണേ, CH3CH2X, ഇതാണല്ലോ ഞാൻ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ വന്നേക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു ഹാലജൻ വന്നു, ഒരു ഹാലജനും ഒരു ആൽക്കിൽ ഗ്രൂപ്പും. അപ്പൊ ഇവിടെ ആൽക്കിൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ നോക്കുന്നത്, CH3 കോമ്പൗണ്ടിനെ നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഒരാളെ ഉള്ളൂ. അപ്പൊ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഹാലോ ആൽക്കീൻ. ഇവരെ നമ്മൾ എന്ത് വിളിക്കും, പ്രൈമറി ഹാലോ ആൽക്കീൻ.
ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഹാലോ ആൽക്കീൻ. ഓക്കെ ആണല്ലോ? ആൽക്കീൻ അല്ല, ആൽക്കേൻ. നോക്കിയേ, ഇവിടെ നോക്കിയേ, രണ്ട് എന്ത് ഗ്രൂപ്പ് വന്നു? ആൽക്കിൽ ഗ്രൂപ്പ് വന്നു. ഇവരെ നമ്മൾ വിളിക്കുന്ന കാര്യമാണ് സെക്കൻഡറി ഹാലോ ആൽക്കേൻ. എന്താ? സെക്കൻഡറി ഹാലോ ആൽക്കേൻ. ഓക്കെ ആണല്ലോ? അടുത്ത നോക്കിക്കേ, എത്ര ആർ ഗ്രൂപ്പ് ഉണ്ട്? ആർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആൽക്കിൽ ഗ്രൂപ്പ് ആണ്. എത്ര ആർ ഗ്രൂപ്പുകളുണ്ട്? 3 പേര് വന്നു. അപ്പൊ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർഷറി ഹാലോ ആൽക്കേൻ. ടെർഷറി ഹാലോ ആൽക്കേൻ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോടാ മക്കളെ? ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഹാലോ ആൽക്കീൻസിനെയും ഹാലോ അരീൻസിനെയും പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവരുടെ നെയിമിങ്, ഹാലോ ആൽക്കീൻ എന്താന്ന് നമ്മൾ പറഞ്ഞു, ഹാലോ അരീൻസ് എന്താന്ന് പറഞ്ഞു. അതിനെ പറ്റി നമ്മൾ എന്തിനാണ് പഠിക്കുന്നതെന്നും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഇവരുടെ ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്തിന്റെ ബേസിലായിരുന്നു? നമ്പർ ഓഫ് ഹാലജൻ ആറ്റത്തിന്റെ ബേസിലായിരുന്നു. രണ്ടാമത്തത് എന്താണ്? നമ്പർ ഓഫ് എന്താ? ഹാലോ ആൽക്കേൻ എന്ന് വെച്ചാൽ ആൽക്കേൻ കോമ്പൗണ്ടിന്റെ ബേസിലാണ്, അല്ലെങ്കിൽ sp3CX ബോണ്ടിന്റെ ബേസിലാണ്. ഇവിടെ നോക്കിക്കേ, എത്ര ആർ ഗ്രൂപ്പ്? ഇവിടെ ആർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? ആൽക്കിൽ കോമ്പൗണ്ട് ആണ്. ഓർത്ത് വെച്ചേക്കണേ, ആൽക്കിൽ കോമ്പൗണ്ട് ആണ് എന്ത്? ഇവിടുത്തെ ആറ്. അതേപോലെ ഇവിടുത്തെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹാലജൻ കോമ്പൗണ്ട് ആണ്. അത് ഓർത്ത് വെക്കണേ, ഹാലജൻ കോമ്പൗണ്ട് ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ രണ്ട് ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞേ. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനിലോട്ട് നമ്മൾ പോവാണ്. അല്ലേലിക് ഹാലൈഡ്. അല്ലേലിക് ഹാലൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജൻ ആറ്റം ബോണ്ടഡ് ടു ആൻ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം നെക്സ്റ്റ് ടു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. എവിടാ? എന്താ പറഞ്ഞേക്കുന്നത്? ഒരു ഹാലജൻ ആറ്റം എവിടെ വന്നിട്ടുണ്ട്? ഒരു sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിനകത്തുണ്ട്. നോക്കിക്കേ, ഇവിടുത്തെ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആരാധ? ഇയാൾ എന്താ? sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ അല്ലേ? അതായത് സിംഗിൾ ബോണ്ട് ആണ് അവിടെ. അവിടെ എന്തുണ്ട്? ഹാലജൻ ഉണ്ട്. അതിന് തൊട്ട് എന്ന് വെച്ചാൽ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണിന് തൊട്ട് മുന്നത്തെ കാർബൺ ആരാ? അവർക്ക് എന്തുണ്ട്? CC ഡബിൾ ബോണ്ട് വന്നോ? ഇവിടെ എന്താ? CC എന്താ? ഡബിൾ ബോണ്ട് അല്ലേ? എന്ത് ബോണ്ടാ? ഡബിൾ ബോണ്ട് അല്ലേ? CC ബോണ്ട് എന്താ? ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലേലി ഹാലൈഡ്. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അതായത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ അതിനകത്ത് ആര് വരുന്നു? CH2 അതിനകത്ത് ആര് വന്നു? എക്സ് വന്നു, അതായത് ഹാലജൻ വന്നു. പിന്നെ അതിന്റെ തൊട്ട് പിന്നുള്ള കാർബൺ എന്താ? ഇവിടെ വരുന്ന ആളല്ലേ? അയാൾ എന്താ? ഡബിൾ ബോണ്ട് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അല്ലേലി ഹാലൈഡ്. അപ്പൊ 3 ക്ലാസിഫിക്കേഷൻ ആയി. അടുത്താണ് ബെൻസൈൽ ഹാലൈഡ്. ബെൻസൈൽ ഹാലൈഡും എവിടെ തന്നെയാണ്? ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ആണ്. അതിന്റെ ആരോമാറ്റിക് റിങ്ങില് ദാ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, ദാ ഇവിടെ ഒരു കാർബൺ ഉണ്ട്. ഉണ്ടല്ലോടാ മക്കളെ? ഇവിടെ ഒരു കാർബൺ ഉണ്ടല്ലോ. അപ്പം ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ഇത്. അതിന് തൊട്ടടുത്തുള്ള കാർബൺ എന്താ? ഡബിൾ ബോണ്ട് ആണ്. അത് റിങ്ങിൽ വരുവാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻസൈൽ ഹാലൈഡ്. ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് നമ്മൾ വിനൈൽ ഹാലൈഡ് പറയാണ്. വിനൈൽ ഹാലൈഡ് എന്ന് പറഞ്ഞാൽ ഹാലജൻ ആറ്റം ബോണ്ടഡ് ടു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ആൻഡ് അത് കഴിഞ്ഞിട്ട് എന്താ? അവര് CC ഡബിൾ ബോണ്ട് ആയിരിക്കും. ഹാലജൻ ആറ്റം എവിടെ അറ്റാച്ച് ചെയ്തേക്കുന്നതാണ്ട്? ഈ കാർബണിനകത്തല്ലേ അറ്റാച്ച് ചെയ്തേക്കുന്നത്? ഏതാണ്ട് ഈ ഒരു കാർബൺ ആറ്റത്തിനകത്തല്ലേ? അപ്പൊ ഈ കാർബൺ ആറ്റത്തിന് എന്താണ്? CC ഡബിൾ ബോണ്ട് അല്ലേ? ഇവിടെ നോക്കിക്കേ, ആരോമാറ്റിക് റിംഗ് നോക്കിക്കേ, ആരോമാറ്റിക് റിംഗിലും ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇവിടുത്തെ കാർബൺ എന്ത് ബോണ്ടാ? ഡബിൾ ബോണ്ട് ആണ്. ഓക്കെ ആണോ? ഇനി അരയിൽ ഹാലൈഡ് ഉണ്ട്. അരയിൽ ഹാലൈഡ് എന്ത് തന്നെ? ആരോമാറ്റിക് കോമ്പൗണ്ടിനകത്ത് എന്ത് വരുന്നു? നമ്മുടെ ഒരു ബെൻസിൻ റിങ്ങിനകത്ത് എന്ത് വരുന്നു? ആരോമാറ്റിക് കോമ്പൗണ്ടിനകത്ത് ആര് വരുന്നു? ഹാലജൻ വരുന്നു. അതും എന്താ? sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിനകത്താണ് വരുന്നത്. sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റത്തിനകത്ത് എവിടെയാ വരുന്നത്? ഹാലജൻ കോമ്പൗണ്ടിൽ എവിടെ? ബെൻസിൻ റിങ്ങിനകത്ത്. ഇവിടെ ഈ ഡബിൾ ബോണ്ടിലോട്ടല്ലേ? ഇവിടെ ഒരു കാർബൺ ഉണ്ടല്ലോ. ഈ ഡബിൾ ബോണ്ടിലോട്ടിലല്ലേ ആര് അറ്റാച്ച് ചെയ്തേക്കുന്നത്? നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതാ ഒന്നുകൂടെ പറയാണ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ ഹാലോ ആൽക്കീൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എത്രത്തോളം ഹാലജൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ മോണോ, ഡൈ, ട്രൈ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ആൽക്കെയിൻ കോമ്പൗണ്ടിനെയും ആരോമാറ്റിക് കോമ്പൗണ്ടിനെയും. അപ്പൊ ആൽക്കെയിൻ കോമ്പൗണ്ടിനകത്ത് വരുവാണെങ്കിൽ മോണോ ഹാലോ ആൽക്കിൻ, ഡൈ ഹാലോ ആൽക്കിൻ, ട്രൈ ഹാലോ ആൽക്കിൻ. ഇനി നമ്മുടെ ആരോമാറ്റിക് കോമ്പൗണ്ടിൽ വരുവാണെങ്കിൽ അത് മോണോ ഹാലോ അരീൻസ്, ഡൈ ഹാലോ അരീൻസ്, ട്രൈ ഹാലോ അരീൻസ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത നമ്മൾ പറഞ്ഞു sp3CX ബോണ്ട് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം നമ്പർ ഓഫ് ആൽക്കൈൽ കോമ്പൗണ്ട് വരുവാണെങ്കിൽ അവരെ നമ്മൾ പ്രൈമറി ഹാലോ ആൽക്കീൻ, സെക്കൻഡറി ഹാലോ ആൽക്കീൻ, ടെർഷറി ഹാലോ ആൽക്കീൻ. അതായത് നോക്കിയേ, ഈ കാർബൺ ആറ്റം ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം എന്ത് ചെയ്യുന്നു? ഒരു ആൽക്കിൽ ഗ്രൂപ്പായിട്ട് അറ്റാച്ച് വരുവാണെങ്കിൽ അതെന്താ? പ്രൈമറി ആണ്. ഹാലജൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം എന്ത് വരുന്നു? രണ്ട് ഹാലജൻ ഗ്രൂപ്പുമായിട്ട് രണ്ട് ആൽക്കിൽ ഗ്രൂപ്പായിട്ട് അറ്റാച്ച് വരുവാണെങ്കിൽ അതെന്താ? സെക്കൻഡറി ആണ്.
ഓക്കെ ആണല്ലോ, ഇവിടെ ബോണ്ട് ഉണ്ടേടാ. ഇനി കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു? 3 ആൽക്കിൽ ഗ്രൂപ്പുമായിട്ട് എന്ത് ചെയ്യുന്നു? അറ്റാച്ച്മെന്റ് വരുവാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെർഷറി. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ പറഞ്ഞ എന്താ? halogen atom bonded to an sp3 hybridized carbon atom next to carbon carbon double bond. അതായത് നമ്മുടെ sp3 hybridized കാർബൺ ആറ്റത്തിനകത്ത് ആരുണ്ട്? ഹാലജൻ ഉണ്ട്. അതിന് തൊട്ടടുത്തുള്ള കാർബൺ എന്താ? ഡബിൾ ബോണ്ട് ആയിരിക്കും. അത് ആരോമാറ്റിക്കിലായാലും നോക്കിക്കേ, ആരോമാറ്റിക്കിൽ ദാ ഹാലജൻ അറ്റാച്ച് ചെയ്തേക്കുന്നു ഇവിടെ. ഇവിടുത്തെ കാർബൺ ആറ്റത്തിനകത്താണ്. അതിന്റെ അടുത്തുള്ള തൊട്ട് കാർബൺ ഏതാ? ഇത്. അവിടെ എന്താ? ഡബിൾ ബോണ്ട് വന്നു. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലേലിക് ഹാലൈഡ്. അപ്പൊ അല്ലേലിക് ഹാലൈഡ് എന്ന് പേര് തരുമ്പോ അത് ഇങ്ങനെ നോക്കിക്കോണം. ഇങ്ങനെയാണ്. ചിലപ്പോ നമുക്ക് അല്ലേലിക് ഹാലൈഡ് എന്ന് മാത്രമേ തരുത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അടുത്ത ബെൻസേലി ഹാലൈഡ്. ബെൻസേലി ഹാലൈഡ് എന്താ? ഡയറക്റ്റ് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിട്ട് എന്ത് ചെയ്യുന്നു? അറ്റാച്ച് ചെയ്യുന്നു. ഏത് കാർബണാ? ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ. അടുത്ത നമ്മൾ പറഞ്ഞത് എന്ത്? ഈ ഹാലജൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അല്ല, ഹാലജൻ ഡയറക്റ്റ് ആയിട്ട് എന്തിനകത്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നു? ഡബിൾ ബോണ്ടിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അവരെ നമ്മൾ വിനൈൽ ഹാലൈഡ് എന്ന് വിളിക്കുന്നു. ഇനി അരയിൽ ഹാലൈഡ് എന്താ? ആരോമാറ്റിക്കിനകത്ത് ഡയറക്റ്റ് ഡബിൾ ബോണ്ടിലോട്ട് ആര് വരുന്നു? നമ്മുടെ ഹാലജൻ കോമ്പൗണ്ട് വരുന്നു. അത്രയാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻസ് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ നോമൻക്ലേച്ചറിലോട്ട് പോവാണ്. നോമൻക്ലേച്ചർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കമന്റ് ചെയ്യണേടാ. നോക്കിക്കേ, ഒന്നാമത്തെ കോമ്പൗണ്ട് ഞാൻ എഴുതാണ്. നിങ്ങൾ പേര് പറയണം. CH2 CH2 CH2. ഓക്കെ മക്കളെ, ഇവിടെ എല്ലാം ബോണ്ട് ഉണ്ട്. CL. ഇതിന്റെ പേര് പറഞ്ഞോ. ഇതിന്റെ പേര് പറഞ്ഞോ. ലൈവിലുള്ള ആളുകൾ കമന്റ് ചെയ്തോ. എന്താ ഇതിന്റെ പേര്? അടുത്തത് എഴുതാണ്. CH3. ഓക്കെ ഓക്കെ ശരി. അടുത്തതിന്റെ പേര് പറഞ്ഞേടാ. അടുത്തതിന്റെ പേര് പറഞ്ഞേടാ. അടുത്തതിന്റെ പേര് പറഞ്ഞേ. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് എഴുതുവാണേ. ഓക്കെ, സൂരജ് കറക്റ്റ് ആണേ. ഓക്കെ, അടുത്തതിന്റെ പേര് പറഞ്ഞോ. അടുത്തതിന്റെ പേര് പറഞ്ഞോ. അടുത്തതിന്റെ പേര് പറഞ്ഞോ. ഓക്കെ, 2,2-ഡൈക്ലോറോ ബ്യൂട്ടേൻ. ഓക്കെ നോക്കിക്കേ, സൂരജ് മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളവർ കേട്ടോണം. ഇതിന്റെ നെയിമിംഗ് കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾക്കറിയാം, ലോങ്സ്റ്റ് ചെയിൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. എവിടെയാണ് ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഇവിടെയാണ്. അപ്പൊ നമ്മൾക്ക് എന്താ? ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോമ്പൗണ്ടിന് ചെറിയ നമ്പർ കൊടുക്കണം. ചെറിയ നമ്പർ കൊടുക്കണം. അപ്പൊ നോക്കിക്കേ, നോക്കിക്കേ, നമ്മൾ പറയാണ് ഇവിടുന്ന് നമ്മൾ നമ്പർ ചെയ്യുന്നു 1 2 ആണ്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കണം? 2 ക്ലോറോ. രണ്ടിൽ എന്തുണ്ട്? ക്ലോറിൻ ഉണ്ട്. മെത് യത് പ്രൊപ്പ് ബ്യൂട്ട് പെൻ. മെത് യത് പ്രൊപ്പ് ബ്യൂട്ട് പെന്റ് ഹെക്സ്. അപ്പൊ ഇവിടെ പേര് പറ. ഹെക്സൈൻ. അപ്പൊ നോക്കിക്കേ, അടുത്ത ആളുടെ പേര് കൊടുക്കണം. അതേപോലെ എന്താ? ഇവിടുന്ന് മൂന്നാമത്, ഇവിടുന്ന് രണ്ടാമതാണ് വരുന്നത്. അപ്പൊ 1 2 3 4. നോക്കിക്കേ, രണ്ടാമത്തിനകത്ത് 2 ഡൈക്ലോറോ. 2 ഡൈക്ലോറോ എന്ത് വരും? ഡൈക്ലോറോ മെത് യത് പ്രൊപ്പ് ബ്യൂട്ടൈൻ. ഓക്കെ ആണല്ലോടാ. അപ്പൊ ഇങ്ങനെ പേര് കൊടുക്കാവുന്ന കാര്യം നമ്മൾ നെയ്മിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ക്ലോറിൻ വന്ന ക്ലോറോ, ബ്രോമിൻ വന്ന ബ്രോമോ, അയഡിൻ വന്ന അയഡോ, അങ്ങനെയാണ് പേര് കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നമുക്ക് രണ്ട് ആളുകളുടെ പേര് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കണം. നോക്കിക്കേ മക്കളെ, ഡൈഹാലോ കോമ്പൗണ്ട്. ഡൈഹാലോ കോമ്പൗണ്ട് ഹാവ് സെയിം ടൈപ്പ് ഓഫ് ഹാലജൻ ആറ്റം. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ആൽക്കിൽ ഹാലൈഡ്. അതായത് നമുക്ക് നോക്കിക്കേ മക്കളെ, രണ്ട് സെയിം ടൈപ്പ് ഓഫ് ഹാലജൻ ആറ്റം, അതായത് ക്ലോറിൻ തന്നെ ഒരു കാർബൺ ആറ്റത്തിനകത്ത് വരുവാണെങ്കിൽ അവരെ നമ്മൾ ആൽക്കിൽ ഡൈ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്ത ഹാലജൻ ആറ്റം പ്രസന്റ് ഓൺ സെയിം കാർബൺ ആറ്റം ഈസ് കാൾഡ് ജെമിനൈൽ ഹാലൈഡ്. അതായത് നോക്കിക്കേ, ഈ എക്സാമ്പിൾ നോക്കിക്കേ, ഒരു റിംഗ് ആണിത്. എഥിലീൻ ഡൈൻ ക്ലോറൈഡ് ആണിത്. അതായത് CH3 CHCl2 എന്നാണല്ലോ. അതായത് രണ്ട് ഹാലജൻസ് എന്ന് വന്നു, ഒരു കാർബൺ ആറ്റത്തിന് വന്നു. അപ്പൊ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെമിനൽ ഹാലൈഡ് അല്ലെങ്കിൽ ജെം ഡൈഹാലൈഡ് എന്ന് വിളിക്കും. ഇവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? ജെമിനൽ ഡൈഹാലൈഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി എക്സാമിന് ജെം ഡൈഹാലൈഡ് തന്നു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരു കാർബൺ ആറ്റത്തിനകത്ത് രണ്ട് ഹാലജൻസ് ഉണ്ട്.
ഒരു കാർബൺ ആറ്റത്തിനകത്ത് എത്ര ഉണ്ട്? 2 ഹാലജൻസ് ഉണ്ട്. ഇനി അഡ്ജസന്റ് കാർബൺ ആറ്റത്തിനകത്ത് എന്ത് വരുന്നു? ഹാലജൻസ് വന്നു. നോക്കിക്കേ, ഇവിടെ ഒരു ഹാലജൻ വന്നു, ഇവിടെ ഒരു ഹാലജൻ വന്നു. അപ്പൊ ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസിനൽ ഡൈഹാലൈഡ്. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസിനൽ ഡൈഹാലൈഡ്. ഓക്കെ ആണോ? ഇവരെ നമ്മൾ എന്തെന്ന് വിളിക്കും? വിസിനൽ ഡൈഹാലൈഡ്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെമിനൽ ഡൈഹാലൈഡ്. ഇത്രയും പറഞ്ഞത് മനസ്സിലായോടാ? മനസ്സിലായോടാ മക്കളെ? ഇത്രയും പറഞ്ഞത് മനസ്സിലായോ? ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ എടാ, നിങ്ങൾ പോൾ എക്സാം ഒക്കെ ചെയ്യണം കേട്ടോ. പോൾ എക്സാം ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ക്ലാസ്സിൽ പറയാത്ത കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പോൾ എക്സാംസ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാതെങ്കിലും പഠിച്ചു വെച്ചേക്കുക. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് നാളത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്ന, ഞാൻ ആ ഇട്ടേക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ കയ്യിൽ നിന്നിട്ട ക്വസ്റ്റ്യൻസ് അല്ല, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യണം? പോൾ എക്സാംസ് ചെയ്യണം. ഇന്ന് വൈകുന്നേരത്ത് നമുക്ക് പോൾ ഉണ്ട്. ടോപ്പിക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തലോട്ട് നമ്മൾ പോവാണ്. നേച്ചർ ഓഫ് സി എക്സ് ബോണ്ട്. എന്താ നേച്ചർ ഓഫ് സി എക്സ് ബോണ്ട് നമ്മൾ പറയാൻ പോവാണ്. നമുക്കറിയാം നമ്മുടെ ഹാലജൻ കോമ്പൗണ്ട് എവിടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു? കാർബണൈൽ കോമ്പൗണ്ടിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം ഹാലജൻസിന്റെ പ്രത്യേകത എന്താ? മോർ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്. ആരൊക്കായി? നമ്മുടെ കാർബണേക്കായി. അതുകൊണ്ട് നോക്കിക്കേ, കാർബൺ ആറ്റത്തിന് എന്തുണ്ടാകും എന്നറിയാമോ? ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഹാലജൻ ആറ്റത്തിന് ഒരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഉണ്ടായിരിക്കും. അപ്പൊ നോക്കിക്കേ, ഹാലജൻ ആറ്റം എന്താണ്? മോർ നെഗറ്റീവ് ആണ്, ഇലക്ട്രോൺ നെഗറ്റീവ് ആണ്, നമുക്കറിയാലോ. സൈസ് ഓഫ് ഹാലജൻ ആറ്റം ഇൻക്രീസ് ഡൗൺ ദ ഗ്രൂപ്പ്. നമുക്കറിയാം, നമുക്ക് പീരിയഡും ഗ്രൂപ്പും പഠിച്ച സമയത്ത് നമുക്ക് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഇവിടെ താഴോട്ട് പോകും തോറും എന്ത് സംഭവിക്കുന്നു? ഹാലജൻ ഗ്രൂപ്പിന്റെ ആറ്റത്തിന്റെ എന്ത് ചെയ്യുന്നു? സൈസ് ഓഫ് ആറ്റം എന്ത് ചെയ്യുന്നു? ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നു? കൂടി വരുന്നു. മുകളിൽ നിന്ന് താഴോട്ട് വരുന്തോറും ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്നു? കൂടി വരുന്നുണ്ട്. അപ്പൊ കാർബൺ ഹാലജൻ ബോണ്ട് ലെങ്ത് ഈസ് ആൾസോ ഇൻക്രീസ്ഡ് CF to CI. അതായത് നമുക്ക് ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് തൊട്ട് എന്താ ഔട്ടർ മോസ്റ്റ് ഷെല്ല് വരെയുള്ള ആ ഒരു ദൂരത്തെ അല്ലേ നമ്മൾ ബോണ്ട് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആ ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഒരു CX ബോണ്ടിന്റെ കാര്യം എടുക്കുമ്പോൾ ഒരു കാർബൺ ആറ്റത്തിനകത്ത് ആര് അറ്റാച്ച് ചെയ്തിരിക്കുന്നു? ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഹാലജൻ എന്ത് ചാർജ് ആണ്? ഹാലജൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആയതുകൊണ്ട് അതൊരു പാർഷ്യൽ നെഗറ്റീവ് ചാർജും, കാർബൺ എന്താ പോസിറ്റീവ് ചാർജ് ആണ്, ഒരു പാർഷ്യൽ എന്താ പോസിറ്റീവ് ചാർജും ഉണ്ടായിരിക്കും. അപ്പം ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ബോണ്ട് ലെങ്ത് എന്ത് ചെയ്യുന്നു മക്കളെ? കൂടുന്നു. സൈസ് ഓഫ് ആറ്റം കൂടുന്നു, ബോണ്ട് ലെങ്തും ഡൗൺ ദ ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇന്ന് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന കാര്യങ്ങൾ പ്രിപ്പറേഷൻസ് ആണ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു പോവാണ് മക്കളെ. ഈ റിയാക്ഷൻസ് ഒക്കെ നിങ്ങൾ ഇതൊക്കെ നോക്കി വെച്ചേക്കണം. നമുക്ക് ഈ പേരുകൾ മാത്രമേ തരത്തുള്ളൂ, കോമ്പൗണ്ട് ഒന്നും തരത്തില്ല. അപ്പൊ പേരുകൾ തരുമ്പോൾ നിങ്ങൾ അതിനകത്ത് എന്ത് ചെയ്യണം? എഴുതാൻ ശ്രമിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞത് ഹാലോ ആൽക്കീൻസിനെയും ഹാലോ അരീൻസിനെയും പറ്റിയിട്ടാണ്. sp2sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ sp2 ഡബിൾ ബോണ്ടിലും sp3 സിംഗിൾ ബോണ്ടിലുമാണ് കാണപ്പെടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നമ്മുടെ ഈ ഹാലോ ആൽക്കീൻസും ഹാലോ അരീൻസും യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ആന്റിബയോട്ടിക് ആയിട്ടും ഹോർമോൺസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ക്ലാസിഫിക്കേഷനകത്ത് ഹാലജൻ, നമ്പർ ഓഫ് ഹാലജൻ ആറ്റത്തെ ബേസ് ചെയ്ത് നമ്മൾ മോണോ, ഡൈ, ട്രൈ എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് പറഞ്ഞത് എന്താ? sp3CX ബോണ്ട് അല്ലെങ്കിൽ എന്താ ആൽക്കിൽ കോമ്പൗണ്ട് വെച്ചിട്ട് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ എന്താ? ഈ ഹാലജനാറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിന് തൊട്ടടുത്തുള്ള കാർബൺ ഡബിൾ ബോണ്ട് ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അല്ലേലിക് ഹാലൈഡ്. ഓക്കെ, അടുത്ത നമ്മൾ ബെൻസൈൽ ഹാലൈഡിനെ പറ്റി പറയാണ്. ബെൻസൈൽ ഹാലൈഡ് എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ബെൻസീൻ റിങ്ങിനകത്ത് വരുന്ന ആള്, അതായത് കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്നതിന്റെ അടുത്തുള്ള കാർബൺ ഡബിൾ ബോണ്ട് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അടുത്ത് നോക്കിക്കേ, വിനൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ ഹാലജൻ ആറ്റം ഡയറക്റ്റ് അറ്റാച്ച് വന്നേക്കുന്ന ആരുമായിട്ടാ? ഡബിൾ ബോണ്ടുമായിട്ടാണ്. അതാണ് വിനൈൽ ഹാലൈഡ്. അരൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ ആരോമാറ്റിക് റിങ്ങിനകത്ത് എന്ത് വരുന്നു? ഹാലജൻ ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യുന്നു. ആ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്താ? ഡബിൾ ബോണ്ട് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് നമ്മൾ പറഞ്ഞ നോമൻ ക്ലേച്ചറിനെ പറ്റിയിട്ടാണ്. നമുക്ക് നെയിമിംഗ് കൊടുക്കാൻ അറിയാം. അത് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ജെമിനൽ ഹാലൈഡും വിനൈൽ ഹാലൈഡും. ജെമിനൽ ഹാലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ? കാർബൺ ആറ്റത്തിനകത്ത് 2 ഹാലജൻസ് വരുന്നു. ഒരു കാർബൺ ആറ്റത്തിനകത്ത് എന്ത് വരുന്നു? 2 ഹാലജൻ വരുന്നു.
ഹാലജൻ ആറ്റം പ്രസന്റ് ഓൺ സെയിം കാർബൺ ആറ്റം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജെമിനൽ ഹാലൈഡ്. രണ്ടെണ്ണം വന്നത് കൊണ്ടാണ് ജെമിനൽ ഡൈഹാലൈഡ്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ അഡ്ജസന്റ് കാർബൺ ആറ്റത്തിന്, അതെന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള രണ്ട് കാർബൺ ആറ്റത്തിനകത്ത് ആര് വരുന്നു? ഹാലജൻ വരുന്നു. അപ്പൊ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിനൈൽ ഡൈഹാലൈഡ് അല്ലെങ്കിൽ വിനൈൽ ഹാലൈഡ്. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിക് എന്ന് മാത്രമേ തിരുത്തുള്ളൂ, ജെം എന്ന് മാത്രമേ തിരുത്തുള്ളൂ. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ജെമിനലും വിസിനലും ആണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ ആണ്. അല്ലെങ്കിൽ നേച്ചർ ഓഫ് CS ബോണ്ടിന്റെ കാര്യം പറഞ്ഞു. പാർഷ്യൽ പോസിറ്റീവ് ചാർജ് കാർബണും പാർഷ്യൽ നെഗറ്റീവ് ചാർജ് ആർക്കാ? നമ്മുടെ ഹാലജനും ആണ്. നമുക്ക് ഗ്രൂപ്പില് ഹാലജന്റെ ഗ്രൂപ്പ് നമ്മൾ പീരിയോഡിക് ടേബിൾ എടുക്കുമ്പോൾ ഡൗൺ ദ ഗ്രൂപ്പിൽ അറ്റോമിക് സൈസും ബോണ്ട് ലെങ്തും കൂടി വരുന്നു. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി പ്രിപ്പറേഷൻസ് പഠിക്കാൻ പോവാ. നോക്കുമ്പോൾ ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്, പക്ഷെ എളുപ്പമാണ് പഠിക്കാൻ. നോക്കിക്കേ, ഇവിടെ എല്ലാം എന്താ മക്കളെ? ആൽക്കഹോൾസ് ആണ്. ഇവിടുത്തെ എല്ലാം എന്താണ്? ആൽക്കഹോൾസ് ആണ്. ഇവിടെ കിട്ടുന്ന ആളുകളൊക്കെ ആരൊക്കെയാണ്? നോക്കിക്കേ, ഇവിടെ കിട്ടുന്ന ആളുകൾ ആരൊക്കെയാണ്? ആരൊക്കെയാ? നമ്മുടെ ഹാലോ ആൽക്കീൻസിനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം പറഞ്ഞ് മനസ്സിലായോ? നമ്മുടെ റിയാക്ടന്റ് സൈഡിൽ എന്താണ്? എല്ലാം ഹാലജൻസ് ആണ്, സോറി ആൽക്കഹോൾസ് ആണ്. പിന്നെ ഇവിടുത്തെ മാത്രം നമ്മൾ പഠിച്ചാൽ മതി. നമുക്ക് കൂടെ റിയാക്ട് ചെയ്യുന്ന രണ്ടാമത്തെ റിയാക്ടന്റും പിന്നെന്താണ്? ദാ ഇവിടെ ഒരു റെഡ് ഫോസ്ഫറസ് ഉപയോഗിക്കുന്ന കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? നമുക്ക് എന്തിന്റെ പ്രിപ്പറേഷൻ? ഹാലോ ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻസ് പഠിക്കാൻ പറ്റും. അപ്പൊ ഈ സൈഡിൽ മൊത്തം ആൽക്കഹോൾസ് എന്ത് ചെയ്യുന്നു? HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്തിന്റെ? സിങ്ക് ക്ലോറൈഡിന്റെ പ്രസൻസിലാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ക്ലോറോ ആൽക്കീൻ കിട്ടുന്നു. പിന്നെ വാട്ടർ കിട്ടുന്നു. പിന്നെന്താ? ബ്രോമോ ആൽക്കീൻ കിട്ടുന്നു. പിന്നെ അടുത്തത് എന്താ? ഒരു ഹാലജൻ കോമ്പൗണ്ട്. ഇവിടെ എക്സ് എന്ന് പറഞ്ഞാൽ ClO BRO ആകാം. അത് കഴിഞ്ഞ് ക്ലോറോ ആൽക്കിൻ കിട്ടുന്നു PCl5 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. അപ്പൊ ഇവിടുത്തെ റിയാക്ടന്റ് സൈഡ് മൊത്തം നോക്കുക. എന്നിട്ട് ഇവിടുത്തെ നമുക്കറിയാം. അപ്പൊ റിയാക്ടന്റ് സൈഡിൽ ഒരാളെല്ലാം എന്താ? ആൽക്കഹോൾ ആണ്. ROH ആണ്, ആൽക്കഹോൾ ആണ്. ഇനി നമ്മൾക്ക് ഇവിടുത്തെ ആളെ പഠിക്കണം. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, പിന്നെന്താ? ഇവിടെ നമുക്ക് എല്ലാം കിട്ടുന്ന എന്താ? ആരെയാ കിട്ടുന്നത്? നമുക്ക് ഇവിടെ കിട്ടുന്ന ആളുകളൊക്കെ ആരാണ്? ഹാലോ ആൽക്കെയിൻസ് ആണ്. നമ്മുടെ പ്രോഡക്റ്റ് എല്ലാം എന്താ? ഹാലോ ആൽക്കെയിൻസ് ആയിരിക്കും. അപ്പൊ ദാ ഈ നടുക്കുള്ള ആളെ, ഇവിടെ ഉള്ള ആളെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? നോക്കി വെച്ചാൽ മതി. അപ്പം ഇതിന്റെ എക്സാമ്പിൾസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കണം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത പ്രിപ്പറേഷനിലോട്ട് പോകുക. നമുക്ക് ഇതിനകത്ത് മെക്കാനിസം ഒന്നും പറഞ്ഞു പോകാനുള്ള ടൈം ഇല്ല. ടൈം ഇല്ലാത്തത് മാത്രമല്ല, നമുക്ക് മെക്കാനിസം വേണ്ട. പക്ഷെ നമുക്ക് എക്സാമിന് മെക്കാനിസം ചോദിക്കില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് പറയാൻ, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനല്ലേ നമ്മൾ നോക്കുന്നത്. അപ്പൊ നോക്കിക്കേ, അടുത്താണ് നമ്മൾ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. മക്കളെ, ഈ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി 30 അല്ല കേട്ടോ. ടെറിഷറി, സെക്കൻഡറി, പ്രൈമറി. നമ്മൾ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ആൽക്കഹോള്, പ്രൈമറി ആൽക്കഹോൾ ഉണ്ട്, സെക്കൻഡറി ആൽക്കഹോൾ ഉണ്ട്, ടെറിഷറി ആൽക്കഹോൾ ഉണ്ട്. അപ്പൊ അവരുടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്തിന്റെ? ഈ റിയാക്ട് ചെയ്യാനുള്ള ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി. അപ്പൊ പ്രൈമറി ആൽക്കഹോൾക്കാണ് സെക്കൻഡറി ടെറിഷറി ആൽക്കഹോൾക്കാണ് മോർ റിയാക്റ്റീവ്. അത് ഓർത്ത് വെച്ചേക്കണം. അതേപോലെ ദ എബോവ് മെത്തേഡ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് അരൈൽ ഹാലൈഡ്. നമ്മുടെ അരൈൽ ഹാലൈഡ് ഇവിടെ എല്ലാം എന്താ ഉണ്ടാക്കിയത്? ഹാലോ ആൽക്കീൻസ് മാത്രമാണ്. ഇവിടെ എന്തിനെ ഉണ്ടാക്കിയിട്ടില്ല? ഹാലോ അരീൻസിനെ നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല. ഹാലോ അരീൻസിനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഫീനോൾ ഇല്ലേ? ഫീനോൾ എന്ന് പറയുന്നത് ഇതാണ് സ്ട്രക്ചർ. ഫീനോൾ എന്ന് പറയുന്നത് ഇതാണ് സ്ട്രക്ചർ. ഫീനോളിന്റെ സ്ട്രക്ചർ ആണ് ഇത് OH വരുന്നത്. അപ്പൊ ഫീനോളിൽ ഈ OH വരുന്ന സമയത്ത് ഈ ഓക്സിജനും അതേപോലെ തന്നെ ഈ ഫീനോളിനകത്തുള്ള ഓക്സിജനും കാർബണും തമ്മിൽ എന്തുണ്ടാകുന്നത് മക്കളെ? ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. അതായത് ഈ OH ബോണ്ടില് ഈ കാർബണും ഈ ഓക്സിജനും തമ്മിൽ എന്തുണ്ട്? പാർഷ്യൽ ആയിട്ടുള്ള ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. അതുകൊണ്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് നോക്കിക്കേ, ഇവിടെ ROHനകത്ത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുമല്ലേ? ഇവിടോട്ട് എഴുതി കാണിക്കാം. ROH എന്ന് പറയുന്ന ബോണ്ടിനകത്തോട് HCl വരുന്നു. HCl വരുവാണ് എന്തിന്റെ പ്രസൻസിൽ? സിങ്ക് ക്ലോറൈഡിന്റെ പ്രസൻസിൽ. അപ്പൊ ഈ ROH ബോണ്ട് എന്ത് ചെയ്തു? ബ്രേക്ക് ചെയ്തിട്ട് നമ്മുടെ Cl എന്ത് വരുന്നു? ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? RCl പ്ലസ് എന്താ? എച്ചും OH ചേർന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? H2O കിട്ടുന്നല്ലോ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ ഈ ബോണ്ടിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആൽക്കഹോളിന്റെ പ്രിപ്പറേഷനകത്ത് നമുക്ക് ആരെ കിട്ടില്ല? അരൈൽ ഹാലൈഡിനെ നമുക്ക് കിട്ടത്തില്ല. റിംഗ് സ്ട്രക്ചറിനെ നമുക്ക് കിട്ടത്തില്ല. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്സിജനകത്തുള്ള നമ്മുടെ ഫീനോളിനകത്തുള്ള ഓക്സിജനും കാർബണും തമ്മിൽ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ വരുന്നുണ്ട്. അതുകൊണ്ട് അവർ ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇനി അടുത്ത പ്രിപ്പറേഷൻ ആണ് ഫ്രം ഹൈഡ്രോ കാർബൺ.
നമ്മൾ ഹൈഡ്രോ കാർബൺ ആരെ പ്രിപ്പയർ ചെയ്യുന്നു? നമ്മുടെ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ ആണ് ഈ റിയാക്ഷന്റെ പേര്. അപ്പൊ രണ്ടാമത്തെ പ്രിപ്പറേഷൻ ആണ് ഫ്രം ഹൈഡ്രോ കാർബൺ. അതിനകത്ത് ഒന്നാമത്തെയാണ് ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. ഈ കോമ്പൗണ്ട് എടുക്കിക്കേ 1, 2, 3, 4. ഇയാളുടെ പേര് പറ. മെത്, യത്, പ്രൊപ്പ്, ബ്യൂട്ട്. ഇയാളുടെ പേരാണ് ബ്യൂട്ടൈൻ. ബ്യൂട്ടൈൻ ഒരു ഹൈഡ്രോ കാർബൺ അല്ലേ? ബ്യൂട്ടൈൻ എടുത്തു. ബ്യൂട്ടൈനെ നമ്മൾ എന്ത് ചെയ്ത ഹാലജനേഷൻ ചെയ്യും. ഇവിടെ ഉപയോഗിക്കുന്ന ഹാലജൻ ആരാ? ക്ലോറിൻ ആണ്. പ്രസൻസ് ഓഫ് യു വി ലൈറ്റ്. അപ്പൊ നമുക്ക് ഇവിടെ 2 കോമ്പൗണ്ട്സുകൾ കിട്ടുന്നുണ്ട്. നമുക്ക് 2 കോമ്പൗണ്ട്സുകൾ കിട്ടുന്നുണ്ട്. നോക്കിക്കേ, ഒന്നാമത്തെ കോമ്പൗണ്ട് ഇതാണ്, രണ്ടാമത്തെ കോമ്പൗണ്ട് ഇതാണ്. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന കോമ്പൗണ്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീ റാഡിക്കൽ ബ്രോമിനേഷൻ, നമുക്ക് ബ്രോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ആൽക്കെയിൻസ് നമുക്ക് കംപ്ലീറ്റ് ബ്രോമിനേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മക്കളെ ഇവരുടെ സെപ്പറേറ്റ് ആണ്, സെപ്പറേറ്റ് ആണ്. അതേപോലെ ഫ്രീ റാഡിക്കൽ ബ്രോമിനേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്രീ റാഡിക്കൽ ക്ലോറിനേഷൻ ആണ്. അപ്പൊ ക്ലോറിന് പകരം ആരെ കൊണ്ടുവന്നു? നമ്മള് ബ്രോമിനെ കൊണ്ടുവന്നാൽ, ക്ലോറിന് പകരം ആരെ കൊണ്ടുവന്നാൽ? ബ്രോമിനെ കൊണ്ടുവന്നാൽ എന്ത് വരും? CH3, CH2, CH2, CH2 Br ഉം അതേപോലെ എന്ത് തന്നെ കിട്ടും? CH3, CH2, CHCl, CH3 ഇങ്ങനെ കിട്ടൂടാ മക്കളെ. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ആളെ, സോറി ഇവിടെ Br ആണ്, ഇങ്ങനെ കിട്ടുന്ന ഈ ബ്രോമിനേഷൻ വഴി കിട്ടുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. പ്യുവർ കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രിപ്പറേഷൻസ് ആണ്. ഒന്നാമത്തെ പ്രിപ്പറേഷൻ നമ്മൾ ആൽക്കഹോളിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നു. ആൽക്കഹോളിൽ നിന്ന് നമുക്ക് എപ്പോഴും എന്തിനെ കിട്ടത്തുള്ളൂ? ഹാലോ ആൽക്കീൻസിനെ കിട്ടത്തുള്ളൂ. അല്ലെ, നമുക്ക് ആരെ കിട്ടില്ല? റിങ്ങിനകത്ത് വരുന്ന ആരെ കിട്ടില്ല? ആൽക്കേനെ കിട്ടത്തില്ല. റിങ്ങിനകത്ത് വരുന്ന ഹാലജൻ കോമ്പൗണ്ട്, ഹാലോ അറേൻസിനെ നമുക്ക് എന്ത് കിട്ടില്ല? ഇവിടെ കിട്ടില്ല. ആൽക്കഹോൾ വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ആരെ കിട്ടില്ല? ഹാലോ അറേൻസിനെ നമുക്ക് കിട്ടില്ല. കാരണം എന്താണ്? കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെൻസിൻ നമ്മൾ ആൽക്കഹോൾ ബെൻസീനകത്ത് വരുമ്പോഴാണ്, നമ്മുടെ OH ഗ്രൂപ്പ് ബെൻസിൻ വരുമ്പോൾ അയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീനോള്. അതായത് ഫീനോളിൽ എന്താണ്? ഓക്സിജനും കാർബണും തമ്മിൽ എന്താ? ഒരു പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ ഉണ്ട്. അതുകൊണ്ട് അവരെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്ത രണ്ടാമത്തെ പ്രിപ്പറേഷൻ ആണ് ഫ്രം ഹൈഡ്രോ കാർബൺ. ഫ്രം ഹൈഡ്രോ കാർബണിനകത്ത് നമ്മൾ പറഞ്ഞത് എന്താ? ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. ഹാലജനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ക്ലോറിൻ ആഡ് ചെയ്യുവാണെങ്കിൽ ക്ലോറിനേഷൻ, ബ്രോമിൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ബ്രോമിനേഷൻ. അപ്പൊ നോക്കിക്കേ, ഈ ബ്രോമിനേഷൻ ചെയ്യുന്ന സമയത്ത് ബ്രോമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ആ ബോണ്ടിൽ എന്താ? ഐസോമറിക് മോണോ കോമ്പൗണ്ട് ആണ്. ഐസോമറിക് മോണോ കോമ്പൗണ്ട് ആയതുകൊണ്ട് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെപ്പറേറ്റ് ചെയ്ത് പ്യുവർ കോമ്പൗണ്ട് ആക്കി മാറ്റാൻ പറ്റത്തില്ല. പോളി ഹാലോ ആൽക്കെയിൻസ് ആണ്. പോളി ഹാലോ ആൽക്കെയിൻ. ഇനി നമ്മൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറയാണ്. നോക്കിക്കേ, നമുക്കൊരു കോമ്പൗണ്ട് ഉണ്ട്. ഇയാളുടെ പേര് ടൊലുവിൻ എന്നാണ് മക്കളെ. ഇയാളുടെ പേരാണ്, നമ്മൾ ബെൻസീൻ റിങ്ങിനകത്ത് കുറച്ച് കോമ്പൗണ്ട്സിന്റെ പേര് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇയാളുടെ പേരാണ് ടൊലുവിൻ. ഇയാളുടെ പേരാണ് ടൊലുവിൻ. ഓക്കെ ആണല്ലോ? ടൊലുവിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ചെയ്യാണ്. പ്രസൻസ് ഓഫ് അയന്റെ പ്രസൻസിലാണ്. അപ്പൊ നമുക്ക് 2 കോമ്പൗണ്ടുകൾ കിട്ടും. ഓർത്തോ ഹാലോ ടൊലുവിൻ എന്ന് വെച്ചാൽ, ഓർത്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന ആളുകൾ. പാര എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന ആളുകൾ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു ഓർത്തോ പൊസിഷനും പാരാ പൊസിഷനും എങ്ങനെ എഴുതുന്നതെന്ന്, അല്ലെ എങ്ങനെ അത് നമ്മൾ അറിയുന്നതെന്ന്. നമ്മൾ ബെൻസീൻ റിങ്ങിനകത്ത് പൊസിഷൻ വെച്ചിട്ട് പറയാണ്. നോക്കിക്കേ, 2 ആളുകൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഓർത്താൽ നമ്മൾ എപ്പോഴും നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ എന്ത് ചെയ്യും? ഓർക്കും. എവിടോട്ട് എഴുതുവാതെ ഞാൻ അടുത്തിരിക്കുന്ന ആളുകളെ നമ്മൾ എന്ത് ഓർത്തിരിക്കില്ലേ? അടുത്തിരിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? ഓർക്കും. അടുത്തിരിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യും? ഓർക്കും. ഓർക്കുന്നത് കൊണ്ട് എന്താ അത്? ഓർക്കും. അപ്പൊ എന്താ? ഓർത്തോ. ഓക്കെ ആണല്ലോ? ഓർത്തോ. ഇനി നമ്മുടെ ഓപ്പോസിറ്റ് ആളുകൾ, നമ്മുടെ ഓപ്പോസിറ്റ് ആളുകൾക്ക് എപ്പോഴും, നമ്മുടെ ഓപ്പോസിറ്റ് ചിന്താഗതിയുള്ള ആളുകൾ എന്തായിരിക്കും? എപ്പോഴും പാരകളായിരിക്കും. അത് ഓർത്ത് വെച്ചാൽ മതി. ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആളുകൾ എന്താണ്? ഓപ്പോസിറ്റ് ആളുകൾ പാരയാണെന്ന് ഓർത്താൽ മതി. പാര.
മെറ്റ നിങ്ങൾ അപ്പൊ പഠിച്ചു വെച്ചേക്കണം. ഒന്നിടവിട്ട ആളുകളൊന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ 2 പഠിച്ചു കഴിഞ്ഞാൽ മറ്റേതിനെ കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് ടൊലുവിന് ഇലക്ട്രോഫിലിക് റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഓർക്കുന്ന ആരെ അടുത്തടുത്തുള്ളത് 1, 2 പൊസിഷനിൽ വന്നു. അപ്പോ ഓർത്തോ ഹാലോ ടൊലുവിനും പാരാ ഹാലോ ടൊലുവിനും നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തുണ്ട്? ഇവരുടെ മെൽട്ടിംഗ് പോയിന്റിൽ ലാർജ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഓർത്തോ പാര ഐസോമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ഈ റിയാക്ഷൻ ചെയ്തിട്ട് എനിക്ക് ആരും മതിയുടെ മക്കളെ? ഓർത്തോ ഹാലോ ടൊലുവിനെ മാത്രം മതി, പാരേ വേണ്ട. അപ്പൊ ഇവരിങ്ങനെ മിക്സ്ചർ ആയിട്ട് കിടക്കുവല്ലേ. അപ്പൊ നമുക്ക് വേണ്ടുന്ന ആളെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യണ്ടേ? അപ്പൊ ബ്രോമിനേഷനകത്ത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എവിടെ സെപ്പറേറ്റ് ചെയ്യാം? ഓർത്തോ പാരോ പൊസിഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്തോയുടെയും പാരയുടെയും ഐസോമേഴ്സുകൾ തമ്മിൽ എന്തുണ്ട്? ലാർജ് ഡിഫറൻസ് ഉണ്ട്. ദ റിയാക്ഷൻ വിത്ത് അയോഡിൻ ഈസ് റിവേഴ്സിബിൾ നേച്ചർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അയോഡിൻ ഉപയോഗിക്കുവാണെങ്കിൽ ഹാലജന് പകരം ഹാലജനകത്ത് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ക്ലോറിനും ഫ്ലൂറിനും അല്ലാതെ ആരും ഉപയോഗിക്കുന്നു? അയോഡിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് റിവേഴ്സിബിൾ നേച്ചർ ആയിരിക്കും. Fluoro compounds are not prepared by this method due to high reactivity of fluorine. നമ്മൾ ഫ്ലൂറിന് എവിടെ ഉപയോഗിക്കില്ല? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ ഉപയോഗിക്കില്ല. കാരണം എന്താ? ഫ്ലൂറിന് ഹൈ റിയാക്ടിവിറ്റി കൂടുതലാണ്, അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തലോട്ട് നമ്മൾ പോവാണ്, സാൻ മേയേഴ്സ് റിയാക്ഷൻ. മക്കളെ, നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ കുറച്ച് നെയിം റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. ആ നെയിം റിയാക്ഷൻസിനകത്ത് എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ നമ്മുടെ ലാസ്റ്റത്തെ ലൈവ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? കുറച്ച് നെയിം റിയാക്ഷൻസ്, കുറച്ചല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നെയിം റിയാക്ഷൻസ് മാത്രം എന്ത് തരും. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനകത്ത് അടുത്ത ഒരു റിയാക്ഷൻ നമ്മൾ പഠിക്കുവാണ്, സാൻ മേയേഴ്സ് റിയാക്ഷൻ. നോക്കിക്കേ, പ്രൈമറി അമീൻ ആരോമാറ്റിക് അമീൻ എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ട് ആണ്. NH2 വരുന്ന കോമ്പൗണ്ട് ആണ് അമീൻ. അപ്പൊ പ്രൈമറി അമീൻ എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യാണ് കോൾഡ് അക്വസ് മിനറൽ ആസിഡിനകത്ത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതാണ്ട് N2+X- ഏതൊരു കോമ്പൗണ്ട് കിട്ടും ബെൻസീനകത്ത്. ഇത് ഓർത്ത് വെച്ചേക്കണം. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബെൻസീൻ ഡയാസോണിയം ഹാലൈഡ്. അപ്പൊ ബെൻസീൻ ഡയാസോണിയം ഹാലൈഡിനകത്തോട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലോറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അരയിൽ ഹാലൈഡിനെ ഫോം ചെയ്യും. അപ്പൊ നമുക്ക് എന്താ? സാൻ മേയേഴ്സ് റിയാക്ഷൻ നമുക്ക് എന്താ തരുന്നത്? സാൻ മേയേഴ്സ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? സാൻ മേയേഴ്സ് റിയാക്ഷന്റെ പ്രോഡക്റ്റ് ആണ് എന്ത്? അരയിൽ ഹാലൈഡ്. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ആൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ മക്കളെ? ബെൻസീൻ ഡയാസോണിയം ഹാലൈഡ് ആണ്. ഓക്കെ ആണോ പറഞ്ഞത്? അപ്പൊ നമ്മൾ ഒന്നുകൂടെ പ്രിപ്പറേഷൻസ് പറയാണ്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് വെച്ചാൽ ഹാലോ ആൽക്കീൻസും ഹാലോ അരീൻസും ആണ്. ഒന്നാമത്തെ പ്രിപ്പറേഷൻ ആണ് ആൽക്കഹോളിൽ നമുക്ക് ആരെ ഉണ്ടാക്കാം? ഹാലോ ആൽക്കീൻസിനെ ഉണ്ടാക്കാം, ഹാലോ അരീൻസിനെ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഹാലോ അരീൻസ് വരുമ്പോൾ OH ഫീനൽ ഗ്രൂപ്പിലെ ഓക്സിജനും കാർബണും തമ്മിൽ എന്ത് വരുന്നു? ഡബിൾ ബോണ്ട് വരുന്നു. അതുകൊണ്ട് നമുക്ക് അവരെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഫ്രീ റാഡിക്കൽ ഹാലജനേഷനകത്ത് ബ്രോമിനേഷൻ ചെയ്യുന്ന സമയത്ത് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അവരെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. നമുക്ക് വേണ്ട നാളെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. അടുത്ത നമ്മൾ പറഞ്ഞ എന്താണ്? ഓർത്തോ പാരയാണ്. നമുക്ക് ടൊലുവിനെ എന്ത് വെച്ച് ഹാലജനേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർത്തോ ടൊലുവിനും പാരാ ടൊലുവിനെയും കിട്ടുന്നു. അങ്ങനെ ഈ ഓർത്തോ ടൊലുവിനെയും പാരാ ടൊലുവിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെൽറ്റിംഗ് പോയിന്റിൽ ലാർജ് ഡിഫറൻസ് ഉണ്ട്. എങ്ങനെ ആ മെൽറ്റിംഗ് പോയിന്റിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഞാൻ ഈ മിക്സ്ചറിനെ എടുക്കുന്നു. നമ്മൾ ഓർമ്മയുണ്ടോ? ക്രൊമറ്റോഗ്രാഫി ടെക്നിക്ക് ഒക്കെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ക്രൊമറ്റോഗ്രാഫി ടെക്നിക്ക്, ഡിസ്റ്റിലേഷൻ, ക്രിസ്റ്റലൈസേഷൻ പഠിച്ച ഓർമ്മയുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് വ്യത്യാസം വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ഇവിടെ നോക്കിക്കേ മക്കളെ, എന്റെ കയ്യിൽ എന്തുണ്ടോ? ഓർത്തോ കോമ്പൗണ്ടും ഉണ്ട്, പാരാ കോമ്പൗണ്ടും ഉണ്ട്. ഇവർക്ക് എന്തുണ്ട്? മെൽറ്റിംഗ് പോയിന്റിൽ വ്യത്യാസമാണ്. ഇവരുടെ മെൽറ്റിംഗ് പോയിന്റ് എന്താ? വ്യത്യാസമുണ്ട്. ഇവരുടെ മെൽറ്റിംഗ് പോയിന്റിൽ എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇവരെ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു മക്കളെ. ചൂടാക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? ഇതിനകത്ത് ആർക്കാണോ മെൽറ്റിംഗ് പോയിന്റ് കുറവ് അവർ ആദ്യം എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്തു പോകുന്നു. ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്തു പോകും. എന്നിട്ട് ബാക്കി അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തോ പാരാ കോമ്പൗണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ? ഇവിടെ ഈ റിയാക്ഷനകത്ത് ഫ്ലൂറിൻ റിയാക്ട് ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ടാണ് റിയാക്ട് ചെയ്യാത്തത്? അവർക്ക് ഹൈ റിയാക്ടിവിറ്റി ആണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ സാൻ മേയേഴ്സ് റിയാക്ഷൻ ആണ്. സാൻ മേയേഴ്സ് റിയാക്ഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അരയിൽ ഹാലൈഡ് ആണ് കിട്ടുന്നത്. അവിടെ ഉപയോഗിക്കുന്ന ഒരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ നമ്മൾ റിയാക്ടന്റ് എന്ന് പറയുന്നത് ബെൻസീൻ ഡയാസോണിയം ഹാലൈഡ് ആണ്.
സാൻമേഴ്സ് റിയാക്ഷൻ ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്, ഓർത്ത് വെച്ചേക്കണം. ടെമ്പറേച്ചർ നോക്കി വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നോക്കിക്കോ. Mixing the solution is specially prepared diazonium salt with cuprous chloride or cuprous bromide. നമുക്ക് cuprous chloride cuprous bromide അതായത് ഇവിടെ Cu2Cl2O അല്ലെങ്കിൽ ആരാ Cu2Br2O നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ റിസൾട്ട് റീപ്ലേസ്മെന്റ് ഓഫ് ഡയാസോണിയം ഗ്രൂപ്പ് ടു Cl or Br. ഇതിനകത്തുള്ള ക്ലോറിനെ റീപ്ലേസ് ചെയ്തിട്ട് ആര് വരുന്നു മക്കളെ? ഹാലജനെ റീപ്ലേസ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആര് വരുന്നു? നമ്മുടെ ഈ കോമ്പൗണ്ട്സ് വരുന്നു. എന്നിട്ട് ഇവരെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ ഹാലജൻ റീപ്ലേസ് ചെയ്യും, ഈ എൻഡു എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്ത് പോകും. എൻഡു എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ആര് വരും? അരയിൽ ഹാലൈഡ്സ് നമ്മുടെ അവിടെ ആ റിങ്ങിൽ വന്ന് ഫ്യൂസ് ചെയ്യും. അപ്പൊ ഓർത്ത് വെക്കേണ്ട കാര്യം, സാൻമേഴ്സ് റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താ? അരയിൽ ഹാലൈഡ് ആണ്. അപ്പൊ സാൻമേഴ്സ് റിയാക്ഷൻ എന്തുണ്ടാക്കാൻ വേണ്ടിട്ടാ? ഹാലോ കോമ്പൗണ്ട്സുകൾ ഉണ്ടാക്കാനാണെന്ന് ഓർത്ത് വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഫ്രം അഡീഷൻ റിയാക്ഷനെ പറ്റി പറയാണ്. നമുക്ക് അഡീഷൻ റിയാക്ഷൻസ് നമ്മൾ ആൽക്കേനും ആൽക്കീനും ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ എന്ത് പഠിക്കുന്നുണ്ടായിരുന്നു? അഡിഷൻ റിയാക്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നു. നോക്കിക്കേ, അഡിഷൻ റിയാക്ഷനകത്ത് ഒന്നാമത്തെ അഡിഷൻ റിയാക്ഷൻ ആണ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. ഹൈഡ്രജൻ ഹാലൈഡ് എന്ന് പറയുമ്പോൾ HX ബോണ്ട്. അത് ആരൊക്കെ വരാം? HCl വരാം, HBr വരാം, HI വരാം. അപ്പൊ ഇവിടെ ഈ HBr കാണുമ്പോൾ നമ്മൾ ആരെ ഓർക്കണം? മാർക്കോണിക്കോവ് റൂൾ ഓർക്കണം. ഇപ്പം നമ്മുടെ ലൈവിൽ ഇരിക്കുന്ന ആളുകൾ തേർഡ് പാർട്ട് കാണാത്ത ആളുകളാണെങ്കിൽ ഈ മാർക്കോണിക്കോവ് റൂൾ എന്തൊന്നും മനസ്സിലാവില്ല കേട്ടോ. നോക്കിക്കേ, alkane is converted to corresponding alkyl halide by the reaction of HCl, HBr and HI. നോക്കിക്കേ, ഇവിടെ ബോണ്ട് ഉണ്ട്, C ഡബിൾ ബോണ്ട് C പ്ലസ് എന്താ? HX. ഇതിനകത്ത് H പ്ലസും Cl മൈനസും ആണ് നമുക്കറിയാം, X മൈനസും അറിയാം. അപ്പൊ നോക്കിക്കേ, ഒരാൾ എന്ത് ചെയ്യും? ദാ ഇങ്ങോട്ടും, ഒരാൾ എന്ത് ചെയ്യുന്നു? ദാ ഇങ്ങോട്ടും അഡിഷൻ നടക്കും. അഡിഷൻ എന്ന് വെച്ചാൽ ആഡ് ചെയ്യാന്നാണ്. നോക്കിക്കേ, CH സിംഗിൾ ബോണ്ട് CX വരും. നമുക്ക് എന്ത് കിട്ടി? ആൽക്കിൽ ഹാലൈഡിനെ കിട്ടി. അപ്പൊ അഡിഷൻ റിയാക്ഷൻ വെച്ചാൽ ആഡ് ചെയ്യാൻ നിങ്ങൾ ഓർത്താൽ മതി. ഇനി അടുത്ത് നമ്മൾ പറയാണ് അഡിഷൻ ഹാലജൻ. ആരെയാണ് ആഡ് ചെയ്യുന്നത്? ഹാലജനെയാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, അഡിഷൻ ഓഫ് ബ്രോമിൻ ഇൻ CCl4 ഓഫ് to an alkene resulting discharge of reddish brown color. നമ്മൾ കാർബൺ ടെട്രാക്ലോറൈഡിനകത്തോട്ട് ആരെ ആഡ് ചെയ്യുകയാണെങ്കിൽ? ബ്രോമിനെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കൊരു റെഡിഷ് ബ്രൗൺ കളർ കിട്ടും. ഓക്കെ ആണെങ്കിൽ നോക്കിക്കേ, നമ്മുടെ ആൽക്കീൻ കോമ്പൗണ്ട് എടുത്ത് ഇതിന്റെ പേരെന്താ? ഈഥീൻ ആണല്ലോ. ഈഥീനകത്തോട്ട് അഡിഷൻ നടത്താൻ പോവാണ്. CH ഡബിൾ ബോണ്ട് CHH. ഓക്കെ ആണല്ലോ മക്കളെ? നോക്കിക്കടാ മക്കളെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ? എന്താടാ മിണ്ടാത്തേ? എല്ലാരും ഉറങ്ങിയോ? എല്ലാരും ഉറങ്ങിപ്പോയോ? യെസ് മിസ്, ഉറങ്ങി. ഉറക്കം വരുന്നുണ്ടോ? അയ്യോ യെസ് മിസ് മനസ്സിലായെന്ന് പറയാണോ? ഞാൻ വിചാരിച്ചു ഉറക്കം വേദന വെച്ചപ്പോ എല്ലാരും ഉറങ്ങി എന്ന് പറയുവാന്നോ. ഓക്കേടാ, ഓക്കെ. നോക്കിക്കേ, നമ്മുടെ ഈ ഡബിൾ ബോണ്ട് അതോട്ട് ആര് വരുന്നു മക്കളെ? നമ്മുടെ കാർബൺ. കാർബൺ എടുത്തോട്ട് ഒരാൾ വന്നു, അടുത്ത ആൾ ഇതാ ഇങ്ങോട്ട് വന്ന് അറ്റാച്ച് ചെയ്തു. നമുക്ക് എന്ത് വന്നു? CH2 Br വന്നു. മക്കളെ ഇവിടെ നോക്കിക്കേ, ഇങ്ങനെ രണ്ട് Br വന്നു കഴിഞ്ഞാൽ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് വിസിനൽ ഡൈഹാലൈഡ്. അപ്പൊ അതുകൊണ്ട് വിക്കെന്ന് മാത്രമേ കൊടുക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കരുത് ഈ കോമ്പൗണ്ടിന് വിക്കുണ്ടെന്ന്. അപ്പൊ എന്താ? വിസിനൽ ഡൈഹാലൈഡ് ആണിത്. എന്താ ഇത്? വിസിനൽ ഡൈഹാലൈഡ് ആണ്. നിങ്ങളെ നമുക്ക് ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഓർഗാനിക് ഇങ്ങനെ മാത്രമേ എടുക്കാൻ പറ്റൂ. നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു പോവുക. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് മെക്കാനിസം ഒന്നും ചോദിക്കില്ല. മെക്കാനിസം ഒക്കെ വരച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നമുക്ക് ടൈം ഇല്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് അത്രയും ടൈമും പോവും. നമുക്ക് മെക്കാനിസം ഒന്നും ചോദിക്കത്തൂല എക്സാമിന്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ? ഇപ്പൊ തന്നെ ക്ലാസ് കണ്ടതിന് ശേഷം തന്നെ ഇതെല്ലാം ഒന്ന് എഴുതി നോക്കണം. ജസ്റ്റ് നിങ്ങൾ ഈ റിയാക്ടന്റും പ്രോഡക്ട്സും പിന്നെ ആ റിയാക്ഷന്റെ പേര് ഓർത്താൽ മതി. അഡിഷൻ ഓഫ് ഹാലജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാലജൻ ആഡ് ചെയ്യുക. ഡബിൾ ബോണ്ടിനകത്താണ് അഡിഷൻ നടക്കുന്നത് എന്ന് ഓർത്താൽ മതി കേട്ടോ. ഇനി അടുത്ത് നോക്കിക്കേ, ഹാലജൻ എക്സ്ചേഞ്ച്. അപ്പൊ ഇതിന് തന്നെ ഉണ്ട്, ആ പേരിൽ തന്നെ ഉണ്ട്. എന്ത് ചെയ്യാ? ഹാലജനെ നമ്മൾ എന്ത് ചെയ്യാ? അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക ചെയ്യുന്നത്. നോക്കിക്കേ, നമ്മുടെ കയ്യിൽ ഒരു ഹാലജൻ കോമ്പൗണ്ട് ഉണ്ട്. ഞാനൊരു ഹാലജന്റെ പേര് എഴുതി CH3Cl പ്ലസ് എന്താ? NaI സോഡിയം അയോഡൈഡ്.
എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ ഹാലജനെ ഇങ്ങോട്ടും കൊടുത്തു, ഈ ഹാലജനെ ഇങ്ങോട്ടും കൊടുത്തു. അത്രേ ഉള്ളൂ. RI എന്ത് കിട്ടി? പ്ലസ് എന്ത് കിട്ടി? NaX. ഓക്കെ ആണല്ലോ. ഈ റിയാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സിംഗിൾ സ്റ്റീം റിയാക്ഷൻ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പം 2 റിയാക്ഷൻ ഞാൻ ഇവിടെ പറഞ്ഞു. സാൻമേയേഴ്സ് റിയാക്ഷൻ. സാൻമേയേഴ്സ് റിയാക്ഷനിൽ നമുക്ക് എന്താ കിട്ടുന്ന? അരൈൽ കോമ്പൗണ്ട് ആണ്. അപ്പൊ സാൻമേയേഴ്സ് റിയാക്ഷനകത്ത് നമുക്ക് എന്താ കിട്ടുന്നത്? അരൈൽ കോമ്പൗണ്ടും. ഇവിടെ നോക്കിക്കേ, സിംഗിൾ സ്റ്റീം റിയാക്ഷനകത്ത് നമുക്ക് ആരെയാ കിട്ടുന്നത്? ഹാലോ ആൽക്കീനെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ റിയാക്ഷന്റെ പേര് മറന്നു പോകരുതേ, ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇങ്ങനെ ഒരിക്കലും അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്, ഹാലജൻ എക്സ്ചേഞ്ച് മെത്തേഡ് എഴുതാൻ ചോദിക്കില്ല. ഹാലജൻ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ അവിടെ എക്സ്ചേഞ്ച് ആ നടക്കുന്നതെന്ന് അറിയാം. അപ്പൊ ഒരിക്കലും നമുക്ക് എന്ത് പറയില്ല? ഹാലജൻ എക്സ്ചേഞ്ച് എന്ന് പറയില്ല, സിംഗിൾ സ്റ്റീം റിയാക്ഷൻ എന്നേ പറയത്തുള്ളൂ. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ് സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളെ പഠിച്ചു വെച്ചിരിക്കണം. സിൽവർ ഫ്ലൂറൈഡ് കോമ്പൗണ്ടുകളെ ഉപയോഗിക്കുന്നത്. മെറ്റാലിക് ഫ്ലൂറൈഡ്സിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. മെറ്റാലിക് ഫ്ലൂറൈഡ് ആയിട്ടുള്ള സിൽവർ ഫ്ലൂറൈഡ്, മെർക്കുറി ഫ്ലൂറൈഡ്, കൊബാൾട്ട് ഫ്ലൂറൈഡ്, ആന്റിമണിക് ഫ്ലൂറൈഡ് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ എന്താ ഈ എക്സ്ചേഞ്ച് ഓർത്താ മതി. CH3Br AgF എന്ത് വന്നു? ഇങ്ങോട്ടും എന്ത് നടന്നു? എക്സ്ചേഞ്ച് നടന്നു. CH3F പ്ലസ് എന്ത് വന്നു? AgBr വന്നു. ഓക്കെ ആണല്ലോ. അപ്പം സിംഗിൾ സ്റ്റീം റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനകത്തും എക്സ്ചേഞ്ച് ആണെന്ന് ഓർത്താ മതി. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? സിംഗിൾ സ്റ്റീം റിയാക്ഷനകത്തും സ്വാർട്സ് റിയാക്ഷനകത്തും എന്താ നടക്കുന്നത്? എക്സ്ചേഞ്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടക്കുവാന്ന് ഓർത്താ മതി. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് മക്കൾ ഈ പറഞ്ഞ 3 റിയാക്ഷൻസ്. ഒന്ന് സാൻമേയേഴ്സ് റിയാക്ഷൻ, രണ്ടാമത്തെ എന്ത് റിയാക്ഷൻ ആയിരുന്നു? സിംഗിൾ സ്റ്റീം റിയാക്ഷൻ, മൂന്നാമത്തെ സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ തന്നെ നമുക്ക് എക്സാമിന് ചോദിക്കും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. എന്തിന്റെ? ഹാലോ അൽക്കീൻസിന്റെയും ഹാലോ അരീൻസിന്റെയും ഫിസിക്കൽ പ്രോപ്പർട്ടീസിലോട്ട് പോവാണ്. ആൽക്കിൽ ഹാലൈഡ്സ് ആർ കളർലെസ് ആണ്. ആൽക്കിൽ ഹാലൈഡ്സ് എല്ലാം കളർലെസ് ആണ്. ബ്രോമിനും അയഡിനും എന്ത് ചെയ്യുന്നു? ആൽക്കിൽ ഹാലൈഡിനകത്ത് ബ്രോമിനോ അയഡിനോ വന്ന് ഇവർ നമ്മൾ ലൈറ്റിൽ എക്സ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് എന്തുണ്ടാകും? കളർ ഉണ്ടാകും. വോളറ്റൈൽ ഹാലജൻ കോമ്പൗണ്ട് ഹാവ് സ്വീറ്റ് സ്മെല്ല്. വോളറ്റൈൽ ആയിട്ടുള്ള ഹാലജൻ കോമ്പൗണ്ട് എന്ത് സ്മെല്ലാണ്? സ്വീറ്റ് സ്മെല്ലായിരിക്കും. ഇനി ഇവരുടെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റിനെ പറ്റി പറയാണ്. ക്ലോറോമീഥെയിൻസ് എന്താണ്? ഗ്യാസ് ആണ്. ഹയർ മെമ്പർ ആയിട്ടുള്ള ആളുകൾക്ക് എന്താ? ലിക്വിഡും സോളിഡും ആയിട്ട് കാണപ്പെടുന്നു. പിന്നെ ബോയിലിംഗ് പോയിന്റ് ഓഫ് ക്ലോറൈഡ്, ബ്രോമൈഡ് ആൻഡ് അയഡൈഡ് ആർ കൺസിഡറബിളി എന്താ? ഹയർ ദാൻ ഹൈഡ്രോ കാർബൺ. നമ്മുടെ ഹൈഡ്രോ കാർബണിനെ വെച്ച് നോക്കുമ്പോൾ, ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ ആരാ? CH3, CH2, CH3 ഇവരെക്കായി എന്താണ്? ബോയിലിംഗ് പോയിന്റ് ആർക്ക് കൂടുതലാ? നമ്മുടെ ഹാലോ ആൽക്കീൻസിന് കൂടുതലാണ്. ഹാലോ ആൽക്കീൻസിന് എന്താണ്? കൂടുതലാണ്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ നമ്മൾ ബോയിലിംഗ് പോയിന്റിന്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൽക്കിൽ ഹാലിന്റെ ഇൻക്രീസിംഗ് ഓർഡർ ആണ് ഈ കൊടുത്തേക്കുന്നത്. അത് ഡിക്രീസിംഗ് ഓർഡർ നോക്കിക്കേ. ഇവിടെ നമ്മൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ബ്രാഞ്ച് വരുന്നുണ്ടല്ലോ മക്കളെ. ഇവിടെ 375 ഇവിടെ. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? 364. ഇവിടെ 346 വന്നിരിക്കുന്നത്. മക്കളെ നമ്മൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ബ്രാഞ്ചിങ് വരുമ്പോ എന്ത് സംഭവിക്കും അറിയാമോ? ബ്രാഞ്ചിങ് വരുമ്പോൾ എന്ത് സംഭവിക്കും? ബ്രാഞ്ചിങ് കൂടുമ്പോൾ നമ്മുടെ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യുന്നു അറിയാമോ മക്കളെ? ബോയിലിംഗ് പോയിന്റ് കുറയും. ഓക്കെ ആണല്ലോ. ഓർത്ത് വെച്ചേക്കണം. ബ്രാഞ്ചിങ് കൂടുമ്പോൾ എന്ത് കുറയും? ബോയിലിംഗ് പോയിന്റ് കുറയും. കാരണം എന്താണെന്നറിയാവോ? ബ്രാഞ്ചിങ് കൂടുന്ന സമയത്ത് നമ്മുടെ കോമ്പൗണ്ട് മോളിക്കുലാർ സൈസ് എന്ത് ചെയ്യുന്നറിയാമോ മക്കളെ? മോളിക്കുലാർ സൈസ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ ആണല്ലോ. അതായത് നോക്കിക്കേ, ഇവരുടെ സൈസ്, ഈ ബ്രാഞ്ചിങ് കൂടുമ്പോൾ ഇവർക്ക് സ്പെറിക്കൽ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. നിങ്ങൾ ഇത് ഇങ്ങനെ അതങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ബ്രാഞ്ചിങ് കൂടുമ്പോൾ മോളിക്കുലാർ സൈസ് കുറയുന്നു, ബ്രാഞ്ചിങ് കൂടുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയുന്നു. അപ്പം മോളിക്കുലാർ സൈസ് എന്ത് ചെയ്യുന്നു? കുറയുന്നത് കൊണ്ടാണ് എന്ത്? ബോയിലിംഗ് പോയിന്റും ഇവിടെ കുറയുന്നത്. ഓർത്ത് വെച്ചേക്കണേ. അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചത് പ്രിപ്പറേഷൻസ് ആണ്. അപ്പൊ പ്രിപ്പറേഷൻസ് കുറച്ചുണ്ട്. ഒന്നാമത്തെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞു, ആൽക്കഹോളിനകത്ത് നിന്ന് പ്രിപ്പയർ ചെയ്യുന്നു. ആൽക്കഹോളിനകത്ത് നിന്ന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആരെയാണ്? ഹാലോ ആൽക്കീൻസിനെയാണ് കിട്ടുന്നത്. ഹാലോ അരീൻസിനെ കിട്ടുന്നില്ല. കാരണം എന്താന്ന് നമ്മൾ പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ബ്രോമിനേഷൻ, ഓർത്തോ ഹാലോ ടൊളിവിനും പാരാ
ടൊലുവിനെയും കിട്ടുമ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു. എന്തുകൊണ്ട്? ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ കാര്യം പറഞ്ഞു. സാൻമയസ് റിയാക്ഷൻ, ഡയാസോണിയം സാൾട്ട് ഓർത്ത് വെച്ചേക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. അത് കഴിഞ്ഞിട്ട് അഡിഷൻ ഓഫ് ഹാലജൻസ് പറഞ്ഞു. പിന്നെ ഫിംഗിൾസ്റ്റീൻ റിയാക്ഷൻ എന്താന്ന് പറഞ്ഞു. സ്വാർട്സ് റിയാക്ഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും പറഞ്ഞു. അതിന്റെ മെൽറ്റിംഗ് പോയിന്റും പറഞ്ഞു. ഇനി നമ്മൾ അടുത്തലോട്ട് പോകാൻ പോവാണ്. എന്താണ്? ബോയിലിംഗ് പോയിന്റിന്റെ കാര്യം പറയുന്നതിന് തൊട്ട് മുന്നേ നമുക്ക് വേറെ കാര്യം ഇവിടെ പറയാനുണ്ട്. ഡൈഹാലോ കോമ്പൗണ്ട്സ് എവിടെ റിങ്ങിനകത്ത് വരുന്ന ആളുകളുടെ നോക്കിക്കേ. റിങ്ങിൽ ഇവിടുത്തെ ബോയിലിംഗ് പോയിന്റ് താണ്ടേ മക്കളെ 453, 446, 448 ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഓക്കെ ആണല്ലോ ബോയിലിംഗ് പോയിന്റ്. ഇനി നോക്കിക്കേ ഇവിടെ മെൽറ്റിംഗ് പോയിന്റ് നോക്കിക്കേ 286, 249, 323. ബോയിലിംഗ് പോയിന്റ് ഓഫ് ഡൈഹാലോ ബെൻസീൻ പാര ഐസോമേഴ്സ്. ആരാ പാര എന്ന് പറയുമ്പോ ഇതല്ലേ പാര കോമ്പൗണ്ട്. പാര കോമ്പൗണ്ടിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ് ആസ് കമ്പൈൻഡ് ടു ആരാണ്? മെറ്റ് ആൻഡ് ഓർട്ടോ. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാര കോമ്പൗണ്ടിനെ നമ്മൾക്ക് എന്ത് കാണിക്കുന്നുണ്ട്? ഇതാണല്ലോ പാര കോമ്പൗണ്ട്. ഈ പാര കോമ്പൗണ്ട് എന്ത് കാണിക്കുന്നുണ്ട്? സിമ്മട്രി കാണിക്കുന്നുണ്ട്. എന്ത് കാണിക്കുന്നുണ്ട്? സിമ്മട്രി. അതായത് നമ്മൾ ഇവരെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നു? ഈക്വൽ പാർട്സ് കിട്ടുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? ഈക്വൽ പാർട്സ് കിട്ടുന്നു. മക്കളെ ഇത് ഡ്രൈ ടോപ്പിക് ആണ്, ഉറങ്ങിപ്പോവല്ലേ കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡെൻസിറ്റിയുടെ കാര്യമാണ്. ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഹാലോ ആൽക്കീൻസ് എന്താ? സ്ലൈറ്റ്ലി സോളബിൾ ഇൻ വാട്ടേഴ്സ് ആണ്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനെ പറ്റിയിട്ടാണ്. കെമിക്കൽ റിയാക്ഷൻസ് 3 തരത്തിലുണ്ട്. ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻ, എലിമിനേഷൻ റിയാക്ഷൻ, റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. അപ്പൊ നോക്കിക്കേ ന്യൂക്ലിയോഫിലിക് റിയാക്ഷൻസ് ആണ്. ന്യൂക്ലിയോഫൈൽസ് എന്ത് ചെയ്യുന്നു? വന്ന് അറ്റാച്ച് ചെയ്യുന്നു. നമ്മുടെ ഹാലജൻ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയോഫൈൽ വരുന്നു, അറ്റാച്ച് ചെയ്യുന്നു. നമ്മുടെ ഹാലജൻസ് എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്തു പോകുന്നു. അപ്പൊ നമുക്ക് ന്യൂക്ലിയോഫൈലിക് റിയാക്ഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഇവിടെ കുറച്ച് ന്യൂക്ലിയോഫൈൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ന്യൂക്ലിയോഫൈൽസ് റിയേജന്റ്, അതിനകത്തുള്ള ന്യൂക്ലിയോഫൈല്, നമുക്ക് ഉണ്ടാകുന്ന പ്രോഡക്ട്സ്. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കണം. ഈ ബോക്സ് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോ NaOH ആണ് റിയേജന്റ്. അവിടുത്തെ ന്യൂക്ലിയോഫിലേക്ക് OH മൈനസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആളാണ് ROH കിട്ടുന്നത്. പ്രോഡക്റ്റ് ആണ് എന്ത്? ആൽക്കഹോള്. അപ്പൊ അങ്ങനെ കുറെ ആളുകളുടെ കൊടുത്തിട്ടുണ്ട്. ലിഥിയം അലൂമിനിയം ഹൈഡ്രേറ്റ്, പൊട്ടാസ്യം നൈട്രേറ്റ്, KCN, അങ്ങനെ കുറെ പേര് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഇത് ഓർത്ത് വെച്ചേക്കണേ. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കണേ. ഇനി അടുത്തത് സൈനൈഡും നൈട്രലും. നോക്കിക്കേ മക്കളെ, സൈനൈഡും നൈട്രൽ കോമ്പൗണ്ടും, അതായത് CN കോമ്പൗണ്ട്. ഈ CN കോമ്പൗണ്ട് വരുന്നുണ്ടോ? ഈ CN കോമ്പൗണ്ട് സൈനൈഡ് ആൻഡ് നൈട്രൽ പൊസസ് 2 ന്യൂക്ലിയോഫിലിക് സെന്റർ. നമുക്ക് 2 ന്യൂക്ലിയോഫിലിക് സെന്റേഴ്സ് ആർക്കുണ്ട്? സൈനൈഡിനും നൈട്രോ കോമ്പൗണ്ട്സിനും ഉണ്ട്. സൈനൈഡിനും നൈട്രോ കോമ്പൗണ്ട്സിനും 2 ന്യൂക്ലിയോഫിലിക് സെന്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംബിഡെന്റേറ്റ് ന്യൂക്ലിയോഫൈൽസ്. അപ്പൊ എന്താ? ആംബിഡെന്റേറ്റ് ന്യൂക്ലിയോഫൈൽസ് എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുന്നത്. സൈനൈഡ് ഗ്രൂപ്പ് ആക്ട് ആസ് ന്യൂക്ലിയോഫൈൽസ് ഇൻ 2 ഡിഫറെന്റ് വേസ്. കാർബൺ ആറ്റം റിസൾട്ട് ഇപ്പൊ നമുക്കറിയാം സൈനൈഡ് ഗ്രൂപ്പ് ഇങ്ങനെയല്ലേടാ വരുന്നത് ആണ്. ഈ സൈനൈഡിനകത്ത് നമ്മുടെ കാർബൺ, ഈ കാർബൺ എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? നമ്മുടെ കാർബൺ ആറ്റം ആക്ട് ചെയ്യുകയാണെങ്കിൽ കാർബൺ ആറ്റം റിസൾട്ട് ആൽക്കിൽ സൈനൈഡ്. കാർബൺ ആറ്റം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്താണ് പ്രോഡക്റ്റ്? ആൽക്കിൽ സൈനൈഡ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നൈട്രജൻ ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ന്യൂക്ലിയോഫൈലായിട്ട്. നൈട്രജൻ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നൈട്രോ കോമ്പൗണ്ട് ആണ് കിട്ടുന്നത്. നമുക്ക് ഐസോസൈനൈഡ് ആണ് കിട്ടുന്നത്. ആരെ കിട്ടും? ഐസോസൈനൈഡിനെയാണ് കിട്ടുന്നത്. ഓർത്ത് വെച്ചാൽ മതി. അത് നൈട്രേറ്റിനകത്ത് 2 എണ്ണം ഉണ്ട്. ഓക്സിജൻ എന്ത് ചെയ്യും? ആൽക്കിൽ നൈട്രലിനെ കിട്ടും. നൈട്രജൻ എന്ത് ചെയ്യും? അടുത്ത കോമ്പൗണ്ട് കിട്ടും. ഇപ്പൊ ഇവിടെ ഓക്സിജനും ആക്ട് ചെയ്യും, അതുപോലെ നൈട്രജനും ആക്ട് ചെയ്യും. അങ്ങനെ ഒരു കോമ്പൗണ്ടിൽ തന്നെ എന്ത് വരുന്നു? 2 ന്യൂക്ലിയോഫിലിക് സെന്റർ വരുവാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്. അത് കാർബൺ ആണെങ്കിൽ അത് ആർക്കൊക്കെയാ? കാർബണിനകത്ത് നൈട്രജനകത്ത് വരുന്നത്. കാർബണിനകത്ത് സൈനോ ഗ്രൂപ്പിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? നൈട്രജനും വരുന്നുണ്ട്, കാർബണും വരുന്നുണ്ട്. നൈട്രജൻ ആണെങ്കിൽ നമുക്ക് ആൽക്കിൽ സൈനൈഡിനെയും, ആരാണ്? നൈട്രജൻ ആണെങ്കിൽ നമുക്ക് ആരെ? ഐസോസൈനൈഡിനെയും, കാർബൺ ആണെങ്കിൽ നമുക്ക് ആൽക്കിൽ സൈനൈഡിനെയും.
ഇവിടെ ഇവിടെ ഓക്സിജൻ ആണ് ന്യൂക്ലിയോഫിൽ എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആൽക്കിൽ നൈട്രേറ്റിനെ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് രണ്ട് തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ട്. SN2 റിയാക്ഷനും SN1 റിയാക്ഷനും. അത് ഒന്നാമത്തെ റിയാക്ഷൻ നമ്മൾ പഠിക്കുകയാണ് SN2 റിയാക്ഷൻ. SN2 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എസ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ, N എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോഫൈൽ, 2 എന്ന് പറഞ്ഞാൽ ബയോമോളിക്യൂൾസ്. ബയോമോളിക്യൂൾ 2 മോളിക്യൂൾസ് ആണ് നടക്കുന്നത്. ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ആറ്റം ആൻഡ് ദ ഹാലജൻ ആറ്റം ഈസ് ലീവിംഗ് ഗ്രൂപ്പ്. നോക്കിക്കേ, നമ്മുടെ ഒരു ഹാലജൻ ആറ്റം എന്ത് ചെയ്തു? പോസിറ്റീവ്ലി ചാർജ്ഡ് കാർബൺ ആറ്റത്തോട് വന്ന് ആര് അറ്റാച്ച് ചെയ്യുന്നു? നമ്മുടെ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നു. നമുക്ക് ലാസ്റ്റ് എന്ത് സംഭവിക്കുന്നു? ഈ ക്ലോറിൻ ലീവ് ചെയ്ത് പോകുന്നു. ഇത് എന്ത് റിയാക്ഷനാ? SN2 റിയാക്ഷൻ ആണിത്. SN2 റിയാക്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. ഓർത്ത് വെച്ചേക്കണം. SN2 റിയാക്ഷൻ എന്ത് റിയാക്ഷൻ ആണ്? SN2 റിയാക്ഷൻ 1 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. ഫോർമേഷൻ ഓഫ് കാർബോകാറ്റോൺ. ഇവിടെ എന്തുണ്ടാകുന്നു? കാർബോകാറ്റോന്റെ ഫോർമേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഇവരുടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആണ് കൊടുത്തേക്കുന്നത്. പ്രൈമറി ഹാലൈഡ്, ഇത് സെക്കൻഡറി ഹാലൈഡ്, അതേപോലെ തന്നെ ടെർഷറി ഹാലൈഡ്. ഓക്കെ ആണല്ലോ. ഇവിടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി കൊടുത്തേക്കാണ്. അപ്പൊ നോക്കിക്കേ, നമ്മൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉണ്ട്. SN2 റിയാക്ഷനും SN1 റിയാക്ഷനും. SN2 റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ന്യൂക്ലിയോഫൈലും ബയോമോളിക്യൂൾസ്. അത് എന്താ നടക്കുന്നത്? അവിടെ ഒരു 1 സ്റ്റെപ്പ് റിയാക്ഷൻസ് ആണ്. അവിടെ എന്തിനെ ഉണ്ടാക്കുന്നു? കാർബോകാറ്റോൺസിനെ ഉണ്ടാക്കുന്നുണ്ട്. അവരുടെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ആണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി SN1 റിയാക്ഷൻസ് എന്ന് പറയുന്നത് അവിടെ രണ്ട് സ്റ്റെപ്പുകളുണ്ട്. സ്റ്റെപ്പ് 1 ഉണ്ട്, സ്റ്റെപ്പ് 2 ഉണ്ട്. സ്റ്റെപ്പ് 1 പോളറൈസ്ഡ് CR ബോണ്ട് ടു അണ്ടർഗോ സ്ലോ ക്ലീവേജ്. CBr ബോണ്ട് എന്ത് ചെയ്യുന്നു? രണ്ടായിട്ട് ബ്രേക്ക് ചെയ്ത് ക്ലീവ് ചെയ്ത് പോകുന്നു. എന്നിട്ട് കാർബോകാറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്റ്റെപ്പ് 2 റിയാക്ഷനകത്ത് എന്താ? ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, സ്റ്റെപ്പ് 1 റിയാക്ഷനകത്ത് എന്ത് സംഭവിക്കുന്നു? നമുക്ക് കാർബോകാറ്റൈൻസ് ഉണ്ടാകുന്നു. കാർബോകാറ്റൈൻസ് ഉണ്ടായി ഇവിടുത്തെ ഈ CBr ബോണ്ട് എന്ത് ചെയ്യുന്നു? ക്ലീവ് ചെയ്യുന്നു. കാർബോകാറ്റൈൻ ഉണ്ടാകുന്നു. സ്റ്റെപ്പ് 1 റിയാക്ഷൻ. സ്റ്റെപ്പ് 2 റിയാക്ഷൻ എന്താ? ന്യൂക്ലിയോഫൈൽ വന്ന് എന്ത് ചെയ്യുന്നു? അറ്റാച്ച് ചെയ്യുന്നു. ന്യൂക്ലിയോഫൈൽ വന്ന് എന്ത് ചെയ്യുന്നു? അറ്റാച്ച് ചെയ്യുന്നു. ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? കോമ്പൗണ്ട് കിട്ടുന്നു. അപ്പം ഓർത്ത് വെക്കണം, SN1 രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. S2 എന്താണ്? ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് സ്റ്റെപ്പ് ആണ്. അതേപോലെ ടെർഷറി ആൽക്കിൽ ഹാലൈഡ് undergo SN1 reaction very fast because high stability of tertiary carbocation. ടെർഷറി കാർബോകാറ്റയോൺ. ഞാൻ ഈ ടെർഷറി കാർബോകാറ്റയോൺസ് എന്താന്ന് പറയില്ല. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, CH3 എന്ന് പറയുന്ന ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് CH3 പ്ലസ് വരുന്നു, CH2 വരുന്നു, CH3 C വരുന്നു. ഇങ്ങനെയൊക്കെ ഞാൻ കാർബോകാറ്റയോൺ വരുമ്പോൾ ആദ്യത്തെ ഓർഗാനിക്കിന്റെ ഫസ്റ്റ് പാർട്ടിൽ എന്താണ് കാർബോകാറ്റയോൺ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ദാ ഇവിടെ SN1 റിയാക്ഷൻസ് എന്താ ഫാസ്റ്റ് ആകാൻ കാരണം എന്താന്നാ പറഞ്ഞു നിൽക്കുന്നത്? ടെർഷറി ഹാലൈഡില് അവരുടെ സ്റ്റെബിലിറ്റി ആണ്. ഓക്കെ ആണല്ലോ. For the same reason, allylic and benzoylic halide show high reactivity. എന്താ? SN1 റിയാക്ഷനിൽ അല്ലേലിക്കും ബെൻസേലിക്കും എന്ത് കാണിക്കുന്നു? ഹൈ റിയാക്ടിവിറ്റി കാണിക്കാൻ കാരണം എന്താ? ടെർഷറി കാർബോകാറ്റയോൺ എന്താണ്? സ്റ്റേബിൾ ആയതുകൊണ്ട്. എന്നിട്ട് ഇതിന്റെ റിയാക്ടിവിറ്റിയുടെ ഓർഡർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പഠിച്ചു. ഒന്നാമത്തെ SN1 റിയാക്ഷനും രണ്ടാമത്തെ SN2 റിയാക്ഷൻസ് പഠിച്ചു. ഓർത്ത് വെക്കേണ്ട കാര്യം, SN1 റിയാക്ഷൻ എന്തുണ്ട്? രണ്ട് സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ പേരിൽ SN1 നമ്മൾ ഒരു സ്റ്റെപ്പാന്ന് ഓർക്കരുത്. SN2 റിയാക്ഷനിൽ എന്താ? 1 സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോവാണ്. ഇനി നമ്മൾ പുതിയൊരു ഭാഗത്തോട്ട് പോവാണ്. പുതിയൊരു ഭാഗം എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ കെമിസ്ട്രിയിൽ എന്ന് പറഞ്ഞൊരു ഭാഗത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? എന്താണ് സ്റ്റീരിയോ കെമിസ്ട്രി നമ്മൾ പറയാൻ പോവാണ്. ഇനി അത് നമുക്ക് കുറച്ച് പുതിയ ടേംസുകൾ പഠിക്കാനുണ്ട്. പുതിയ ടേംസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെയാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ ഒരു കോമ്പൗണ്ട് ഉണ്ട്. എന്റെ കയ്യിൽ എന്തുണ്ട്? ഇവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ട്. എന്റെ കയ്യിൽ ഒരു കോമ്പൗണ്ട് ഉണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ മക്കളെ? ഇവിടെ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്. ഇവിടെ ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഉണ്ട്. എന്താ മക്കളെ? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്.
പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഡാ നിങ്ങളൊക്കെ പഠിക്കുന്നുണ്ടടാ? നിങ്ങളൊക്കെ എക്സാമിന് പഠിച്ചു തുടങ്ങിയോ? നമ്മുടെ കയ്യിലിരിക്കുന്ന കോമ്പൗണ്ട് ഇല്ലേ, ഈ കോമ്പൗണ്ടിനെ ഞാൻ എന്ത് ചെയ്തു മക്കളെ? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിലൂടെ എന്ത് ചെയ്യുന്നു? പാസ് ചെയ്യുന്നു. പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിന് രണ്ട് ആംഗിളിൽ ഇവർ വരും. ഇവിടെ ആംഗിൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതാണ്ട് the ability to substance to rotate the plane polarized light that passes through it, polarimeter, is used to measure the angle of plane polarized light. ഇതിൽ അതോടെ കടന്നു പോകുന്ന സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യും. ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. രണ്ട് രീതിയിൽ ഇവർ റൊട്ടേറ്റ് ചെയ്യും. രണ്ട് രീതിയിൽ ക്ലോക്ക് വൈസും റൊട്ടേറ്റ് ചെയ്യും മക്കളെ. അതേപോലെ തന്നെ എന്ത് ചെയ്യും? ആന്റി ക്ലോക്ക് വൈസിലും ഇവർ എന്ത് ചെയ്യുന്നു? ആന്റി ക്ലോക്ക് വൈസിലും റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ കോമ്പൗണ്ടിന്റെ ആംഗിൾ നമുക്ക് പൊളാരിമീറ്റർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ? ആ റൊട്ടേഷൻ എത്ര തരത്തിലുണ്ട്? ക്ലോക്ക് വൈസ് ഉണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്? ക്ലോക്ക് വൈസ് ആണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്നതാണ് പോസിറ്റീവ് ആയിരിക്കും. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ എന്താണ്? പോസിറ്റീവും. ആന്റി ക്ലോക്ക് വൈസിന് എന്തും വരും? നെഗറ്റീവും വരും. പറഞ്ഞാൽ മനസ്സിലായോ? എന്റെ കയ്യിൽ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ട് ഞാനൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കൂടെ കടത്തിവിടുന്നു. കടത്തിവിടുന്ന സമയത്ത് എന്റെ ഈ കോമ്പൗണ്ട് എന്ത് ചെയ്യും? രണ്ട് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യും. ക്ലോക്ക് വൈസ് രീതിയിലും റൊട്ടേറ്റ് ചെയ്യും. ആന്റി ക്ലോക്ക് വൈസ് രീതിയിലും എന്ത് ചെയ്യുന്നു? റൊട്ടേറ്റ് ചെയ്യുന്നു. ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിന് പോസിറ്റീവും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അതിന് എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂവും ആയിരിക്കും. ഓക്കെ, ദ റൊട്ടേഷൻ ഈസ് ക്ലോക്ക് വൈസ് ഓർ റൈറ്റ്. ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ റൈറ്റോ ആണെങ്കിൽ അവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. അവർക്ക് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ് ചാർജ് അല്ല, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അടുത്ത റൊട്ടേഷൻ ഈസ് ലെഫ്റ്റ് ഓർ ആന്റി ക്ലോക്ക് വൈസ്. ലെഫ്റ്റോ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അവർ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീവോ റൊട്ടേറ്ററി. അവർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പൊ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു പാർട്ടിലോട്ട് കിടക്കുകയാണ്. സ്റ്റീരിയോ കെമിസ്ട്രിയിൽ ഒന്നാമത്തെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പറയണ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഞാനൊരു കോമ്പൗണ്ടിനെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കൂടെ കടത്തിവിടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? എന്റെ കോമ്പൗണ്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നു. അല്ല, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും ആയിരിക്കും. ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? എനിക്ക് പോസിറ്റീവ് വാല്യൂവും, ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കുന്നു? നെഗറ്റീവ് വാല്യൂവും കിട്ടുന്നു. അങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ അല്ലെങ്കിൽ ആ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് വിളിക്കുന്നു. ഈ ടേംസ് എല്ലാം കണക്റ്റഡ് ആണേ, ഓർത്ത് വെച്ച്. അപ്പൊ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. റെക്സ്ട്രോ റൊട്ടേറ്ററി എന്നാണ് നമ്മൾ ഇവരെ വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് നോക്കിക്കേ. അടുത്തത് നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ആണെങ്കിൽ ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീവോ റൊട്ടേറ്ററി എന്ന് വിളിക്കും. ലീവോ റൊട്ടേറ്ററി എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവർക്ക് നെഗറ്റീവും പോസിറ്റീവും ചാർജ് വരും. ഇത്രയും കാര്യം ഓർമ്മയുണ്ടല്ലോ? സച്ച് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഐസോമേഴ്സ് ഓഫ് എ കോമ്പൗണ്ട് ഈസ് കാൾഡ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. അങ്ങനെ ഉണ്ടാകുന്ന ഈ പോസിറ്റീവ് നെഗറ്റീവ് കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. അങ്ങനത്തെ ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പം എന്റെ കയ്യിൽ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു മക്കളെ? ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിലൂടെ കടത്തി വിടുമ്പോൾ ആ കോമ്പൗണ്ട് രണ്ട് രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. ക്ലോക്ക് വൈസ് റൊട്ടേഷനും ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനും. ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്ന് വിളിക്കുന്നു. ആന്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ അവരെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ലീവോ റൊട്ടേറ്ററി എന്ന് വിളിക്കുന്നു. അങ്ങനെ ഈ പോസിറ്റീവ് നെഗറ്റീവ് ഐസോമേഴ്സിനെ നമ്മൾ വിളിക്കുന്ന ആ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്ന ആ ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഓക്കെ ആണല്ലോ? ഇനി മോളിക്കുലാർ സിമ്മട്രി, കൈറാലിറ്റി, എനാൻഷോമേഴ്സ് എന്ന് പറയുന്ന ടേംസ്, പുതിയ ടേംസുകളാണ് ഇതൊക്കെ. ഇതൊക്കെ നമ്മൾ പഠിക്കാൻ പോവാ. ഇങ്ങനത്തെ ഈ മോളിക്കുലാർ സിമ്മട്രി, അതിലെ കൈറാലിറ്റി, ഇതൊക്കെ ഒബ്സർവ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് ലൂയിസ് പാസ്റ്റർ. ഓക്കെ ആണല്ലോ? ഇനി നോക്കിക്കേ. സിമ്മട്രി ആൻഡ് അസിമെട്രി ആർ ഓൾസോ ഒബ്സർവ്ഡ് ഇൻ മെനി ഡേ ടു ഡേ ലൈഫ്. സ്പിയർ, കോണ്, ക്യൂബ്, ഇവിടെയൊക്കെ നമുക്ക് സിമ്മട്രി അസിമെട്രിയും പറയാൻ പറ്റും. എന്താണ് സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു സ്പിയർ വരച്ചു. അതേപോലെ ഞാൻ എന്ത് ചെയ്തു? ഒരു കോൺ എടുത്തു. നോക്കിക്കേ മക്കളെ.
ഇവരെ ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റത്തില്ലേ മക്കളെ? അങ്ങനെ ടു ഈക്വൽ പാർട്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിമ്മട്രിക് കോമ്പൗണ്ട്. കട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകളെ നമ്മൾ എന്ത് വിളിക്കും? അസിമെട്രിക്കൽ കോമ്പൗണ്ട്സ് അല്ലെ അസിമെട്രിക്കൽ എന്ന് വിളിക്കും. ഇനി ഇതിനകത്ത് നോക്കിക്കേ, ഓൾ ആർ ഐഡന്റിക്കൽ ഇൻ ദെയർ മിറർ ഇമേജ് ആൻഡ് ക്യാൻ സൂപ്പർ ഇമ്പോസ്ഡ്. മെനി ഒബ്ജക്റ്റ് ആർ നോൺ സൂപ്പർ ഇമ്പോസ്ഡ് ഓൺ ദെയർ മിറർ ഇമേജ്. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയാൻ പോവാണ്, സൂപ്പർ ഇമ്പോസ്ഡും നോൺ സൂപ്പർ ഇമ്പോസ്ഡും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഇന്ന് കണ്ണാടി പോകണം. നമ്മുടെ കണ്ണാടിയില്ലേ, നമ്മുടെ അലമാരയിലെ കണ്ണാടിയിൽ പോവുക. കണ്ണാടി ചെന്നിട്ട് നമ്മുടെ കൈ എന്ത് ചെയ്യുക? നിവർത്തി വെക്കുക. നിവർത്തി വെച്ചിട്ട് നമ്മുടെ കൈയുടെ കൈവെള്ള ഇല്ലേ, കൈവെള്ള കാണുന്ന രീതിയിൽ നിവർത്തി വെക്കണം. നിവർത്തി വെച്ചിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഈ കൈയുടെ ഇമേജ് തന്നെ അല്ലേ കാണുന്നത്. ആ കൈ കൊണ്ടൊന്ന് അങ്ങോട്ട് അടുപ്പിക്കരുത്, അങ്ങനല്ല. ആ ഇമേജിനെ ആ ഇമേജിനെ എന്ത് ചെയ്യാ? അതേപോലെ തന്നെ എടുക്കണം. വെച്ചാ എന്റെ കൈ കാണിക്കുന്ന ആ ഇമേജിനെ അതേപോലെ തന്നെ എടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിന്റെ പുറത്തോട്ട് വെക്കുവാണെങ്കിൽ, അതായത് എന്താണ് ഈ ഒരു ഇമേജിലെ ഈ ഫസ്റ്റ് ഇമേജിന്റെ മിററിലോട്ട് ഞാൻ നോക്കുക. ഈ ഫസ്റ്റ് ഇമേജിനെ ഒന്ന് നിങ്ങൾ ഇമാജിൻ ചെയ്യണേ. ഈ ഫസ്റ്റ് ഇമേജിനെ ഞാൻ എന്ത് ചെയ്തു? മിറർ ഉണ്ട് മക്കളെ, ഈ മിറർ വെച്ചേക്കുക. ഈ മിററിലോട്ട് ഞാൻ എന്ത് ചെയ്തേക്കുക? കാണുക, മിറർ ആണ് ഇത്. ഈ മിററിലോട്ട് ഞാൻ നോക്കുന്ന സമയത്ത് നോക്കിക്കളെ, ഇത് ഓപ്പോസിറ്റ് ഇരിക്കുകയാണ് മക്കളെ. ഈ മിററിലോട്ട് ഞാൻ ഈ ഇമേജ് എന്റെ കൈ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് എന്റെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ടും റൈറ്റ് ലെഫ്റ്റ് ആയിട്ടും അല്ലേ കാണുന്നത്? ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ടും റൈറ്റ് ലെഫ്റ്റ് ആയിട്ടും അല്ലേ കാണുന്നത്? അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ നോക്കിക്കോ, ഇവിടെ തന്നെ ഞാൻ വരയ്ക്കണ്ടല്ലോ, ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഇത് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ എന്റെ ഇമേജ് ആണ്. ഇത് എന്ത് ഇമേജ് ആണ്? എന്റെ ഇമേജ്. നമ്മൾ മിററിൽ കാണിക്കുന്നതിന് മുന്നേ ഉള്ള ഇമേജ്. ഇമേജ് ഫസ്റ്റ് ആണ്. ഞാൻ എന്ത് ചെയ്യുക? മിററിലോട്ട് നോക്കുവാണേ. മിററിലോട്ട് നോക്കുമ്പോൾ ഈ കാണുന്നതാണ് മിറർ ഇമേജ്. ഓക്കെ. എന്നിട്ട് മക്കൾ എന്താണ് ഈ ഒരു പോർഷൻ ഇല്ലേ, ഈ ഒരു പോർഷൻ, ഈ ഫസ്റ്റ് ഇമേജിനെ ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തു. ഇതേപോലെ തന്നെ കട്ട് ചെയ്തു. എന്നിട്ട് ഇതിന്റെ പുറത്തോട്ട് കൊണ്ടുവച്ചു. ഇങ്ങനെ ഓർക്കണം, എന്റെ ഫസ്റ്റ് ഇമേജ് എന്റെ കൈയാണ്. എന്റെ കണ്ണാടിയിൽ ഞാൻ കാണുവാണ്. കണ്ണാടിയിൽ കാണുന്ന ഇമേജ് ആണ് ഇത്. അതായത് എന്റെ ലെഫ്റ്റ്, ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്നതായിട്ട് നിങ്ങൾ ഓർത്തോണേ. അപ്പൊ ഇത് നോക്കിക്കേ, എന്റെ ലെഫ്റ്റും എന്റെ റൈറ്റും തിരിഞ്ഞു വരുമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ എന്റെ കണ്ണാടിയിൽ എന്റെ റൈറ്റ് കൈയുടെ തള്ളവിരൽ എന്ത് ചെയ്യും? അവിടെ ലെഫ്റ്റ് ആയിട്ട് കാണും. അങ്ങനെ കാണുമല്ലോ മക്കളെ. അപ്പൊ ഈ ഇമേജ് ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ പുറത്തോട്ട് വെക്കുക. ഈ ഇമേജ് ഇങ്ങനെ കട്ട് ചെയ്തു. ഇങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ഇതെടുത്ത് ഞാൻ ഇതിന്റെ പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ തള്ളവിരൽ എവിടെ വരും മക്കൾ? ഇവിടെ വരില്ലേ? നമ്മുടെ ഈ കുഞ്ഞിവിരലിന്റെ അടുത്ത് വരത്തില്ല, ഇത് ഇവിടെ അല്ലേ തള്ളവിരൽ വരുന്നത്? അപ്പൊ നോക്കിക്കേ, അപ്പൊ അങ്ങനെ വെക്കുമ്പോ നമുക്ക് സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ട് കാണുന്നില്ല. അതായത് നമുക്ക് ഐഡന്റിക്കൽ ആയിട്ട് വരുന്നില്ലെങ്കിൽ അങ്ങനെയുള്ള ഇമേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ സൂപ്പർ ഇമ്പോസ്ഡ് മിറർ ഇമേജ്. ഓക്കെ ആണല്ലോ. ഇനി വേറൊരു എക്സാമ്പിളൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ്ട് ഇതെന്റെ ഇമേജ് ആണ്. ഞാനൊരു ഗ്ലാസ് എടുത്തു. എന്റെ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ഉണ്ടെന്നിരിക്കട്ടെ. ഇമേജ് ഫസ്റ്റ്. ഇതെന്റെ മിറർ ഇമേജ് ആണ്. മിറർ ഇമേജ് ആണ്. തിരിഞ്ഞു പോവല്ലേടാ. നമ്മൾ കൈ കൊണ്ടുവന്ന് കണ്ണാടിയിൽ തട്ടിക്കുന്ന കാര്യമല്ല പറയുന്നത്. കണ്ണാടിയിൽ ഇമേജിനെ നമ്മൾ എന്ത് ചെയ്തു? അതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേ, ഈ സാധനത്തെ ഞാൻ എന്ത് ചെയ്തേക്കുവാ? മിററിലോട്ട് കാണിച്ചേക്കുവാ. അപ്പൊ നോക്കിക്കേ, എന്റെ മിറർ ഇമേജ് കണ്ടല്ലോ. എന്നിട്ട് ഞാൻ ഇതിനെ എന്ത് ചെയ്തു? ഈ സാധനത്തെ ഞാൻ എന്ത് ചെയ്തു മക്കളെ? ഇത് ഇങ്ങനെ ഇരിക്കുവല്ലേ. ഞാൻ വരയ്ക്കുമ്പോൾ അത് അങ്ങനെയൊന്നും വരത്തില്ല. ഞാൻ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. നോക്കിക്കേ, ഇവിടെ തന്നെ നോക്കിക്കോ. ഇതിനെ ഞാൻ എന്ത് ചെയ്തു മക്കളെ? ഇങ്ങനെ കട്ട് ചെയ്തു. ആ ഇമേജിനെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ പുറത്തോട്ട് കൊണ്ടുവച്ചു, ഇങ്ങോട്ട് കൊണ്ടുവച്ചു. ഇങ്ങോട്ട് കൊണ്ട് വെക്കുമ്പോ ഈ ആകൃതി തന്നെയല്ലേ ഇവിടെയും? ഇതേപോലെ തന്നെ എനിക്ക് ഇവിടെ ഇമേജ് കിട്ടത്തില്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇയാളെ കാണാത്ത രീതിയിൽ ഇയാളെ കിട്ടും. ഇയാളെ മറയ്ക്കാൻ പറ്റും ഇയാളെ കൊണ്ട്. അതേപോലെ ഇത് നോക്കി, ഈ സർക്കിളിനെ എടുത്ത് ഞാൻ ഇതിന്റെ പുറത്തോട്ട് വെച്ചു. ഈ ഇമേജിനെ എടുത്ത് ഇതിന്റെ പുറത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ എന്ത് സംഭവിക്കും മക്കളെ? അവിടെ നമുക്ക് എന്ത് സംഭവിക്കും? അവരെ നമുക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരെണ്ണത്തെ മറയ്ക്കാൻ പറ്റുമെങ്കിൽ, അതായത് ഒരെണ്ണത്തിന്റെ മേൽ ഫിക്സ് ആയിട്ട് ഇരിക്കുമെങ്കിൽ അങ്ങനത്തുള്ള ഇമേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ ഇമ്പോസ്ഡ് മിറർ. ഐഡന്റിക്കൽ ആണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ ഇമ്പോസ്ഡ്. അങ്ങനെ ഐഡന്റിക്കൽ അല്ലെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ സൂപ്പർ ഇമ്പോസ്ഡ് മിറർ ഇമേജ്. ഇങ്ങനെ കാണിക്കുന്ന കുറച്ച് നമ്മളിവിടെ എന്തിനാ ഈ കൈയും ഹാൻഡും ഗ്ലാസും ഒക്കെ പറഞ്ഞെന്നറിയാമോ? നമ്മുടെ ചില ഓർഗാനിക് കോമ്പൗണ്ട്സുകളും ഇങ്ങനെ മിററിൽ കാണിക്കുമ്പോൾ സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുള്ള മിറർ ഇമേജസ് കാണിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ.
അത് മനസ്സിലായോ? അപ്പൊ ദാ ഇനി അടുത്ത 2 ടേംസ് പഠിച്ചു വെച്ചേക്കണം. കൈറാലും എക്കൈറാലും. നോക്കിക്കേ. ദ ഒബ്ജക്റ്റ് വിച്ച് ആർ നോട്ട് സൂപ്പർ ഇമ്പോസിബിൾ ടു ദ മിറർ ഇമേജ് ആർ സെഡ് ടു ബി കൈറാല്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം. നോട്ട് സൂപ്പർ ഇമ്പോസിബിൾ അല്ലാത്ത ആളുകൾ കൈറാലാണ്. കൈ കൈറാലാണ് എന്ന് ഓർത്താ മതി. കൈ എന്താ? കൈറാലാണെന്ന് ഓർത്താ മതി. കൈ എന്താ? കൈ കൈറാൽ എന്ന് ഓർത്താ മതി മക്കളെ. തിരിഞ്ഞു പോവരുതേ മക്കളെ. കൈ കൈറാലാണ്, സൂപ്പർ ഇമ്പോസ്ഡ് അല്ല. സോറി, സൂപ്പർ ഇമ്പോസ്ഡ്, നോൺ സൂപ്പർ ഇമ്പോസ്ഡ് ആണേ. കൈ എന്താ? കൈറാലെന്ന് ഓർത്താ മതി. നോൺ സൂപ്പർ ഇമ്പോസ്ഡ്. ഓക്കെ ആണല്ലോ. ഇത് ഓർത്ത് വെക്കണം. ഈ ഒറ്റ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ മതി. കൈ കൈറാലാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കേ, ഇത് തിരിഞ്ഞു പോകും നമുക്ക് കുറച്ച് കഴിയുമ്പം. നോക്കിക്കേ, ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പോലെയാണ് എക്കൈറാൽ. എക്കൈറാൽ എന്ന് പറഞ്ഞാൽ എന്താ? അവരെന്താ? സൂപ്പർ ഇമ്പോസ്ഡ് മിറർ ഇമേജ് ആണ്. എക്കൈറാൽ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഇമ്പോസ്ഡ് മിറർ ഇമേജ് ആണ്. അപ്പൊ ഇത്രയും ടേംസ് മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു പോർഷനാ പറയുന്നത്. അതിന്റെ ഒന്നാമത്തെ കാര്യമാണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഞാനൊരു കോമ്പൗണ്ട് എടുക്കുന്നു. ആ കോമ്പൗണ്ടിനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കൂടെ കടത്തിവിടുന്ന സമയത്ത് ഈ കോമ്പൗണ്ട് രണ്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു. ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും. ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പോസിറ്റീവും, ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. പോസിറ്റീവ് വാല്യൂ ഉള്ളവരെ നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്നും നെഗറ്റീവ് വാല്യൂ ഉള്ളവരെ നമ്മൾ ലീവോ റൊട്ടേറ്ററി എന്നും വിളിക്കുന്നു. അങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് ഐസോമേഴ്സിനെ തരുന്ന കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം. ഈ മോളിക്കുലാർ സിമെട്രി അസിമെട്രി എന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു കോമ്പൗണ്ട് കട്ട് ചെയ്യുമ്പോൾ 2 ഈക്വൽ പാർട്സ് കിട്ടുവാണെങ്കിൽ അത് എന്താ? സിമെട്രി അസിമെട്രി നമുക്ക് അങ്ങനെ പറയാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞത് ഈ ഒരു കാര്യം ഒബ്സർവ് ചെയ്ത സയന്റിസ്റ്റ് ആണ് ലൂയിസ് പാസ്റ്റർ. ഇനി അടുത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് സൂപ്പർ ഇമ്പോസ്ഡ് മിറർ ഇമേജ്. അതായത് ഞാൻ എന്റെ കൈ എവിടെ കാണിക്കുന്നു? കണ്ണാടിയിൽ കാണിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ കൈയുടെ ആ ഇമേജ്, കണ്ണാടിയിലെ ഇമേജ് വെട്ടി എന്റെ കൈയുടെ പുറത്ത് കൊണ്ടുവെക്കുമ്പോൾ എന്ത് വരുന്നു? എന്റെ തള്ളവരലിന്റെ എന്നുവെച്ചാൽ എന്റെ ഇമേജിന്റെ തള്ളവരലിന്റെ അടുത്ത് ആ ഇമേജ് എവിടെ വരുന്നു? അതിങ്ങനെ വരും. ഈ തള്ളവിരൽ എവിടാ വരുന്നത്? ഇപ്പുറത്തെ സൈഡിലോട്ടാ വരുന്നത്. അപ്പൊ ഇവിടെ എന്താ നമ്മുടെ വരുന്നത്? ഈ കുഞ്ഞു വിരൽ വരും. അങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഇമേജസിന് എനിക്ക് കിട്ടത്തില്ല. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ സൂപ്പർ ഇമ്പോസ്ഡ് മിറർ ഇമേജ്. അങ്ങനെ നോൺ സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ കാണിക്കുന്ന ആ കോമ്പൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൈറാൽ കോമ്പൗണ്ട്സ്. അപ്പൊ കൈ കൈറാൽ എന്ന് ഓർത്ത് വെച്ചേക്കണം. കൈ കൈറാല്, കാല് കൈറാല് ഓർത്ത് വെച്ച് വെക്കണം. കൈ കൈറാൽ, കാൽ കൈറാൽ ഓർത്ത് വെച്ചാൽ മതി കേട്ടാ. ഇനി അടുത്തത് എക്കൈറാൽ എന്ന് പറഞ്ഞ എന്താ? സൂപ്പർ ഇമ്പോസ്ഡ് ആയിട്ടുള്ള മിറർ ഇമേജസ് കാണിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്കൈറാൽ, അല്ലെങ്കിൽ എന്താ? നോൺ കൈറാൽ എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ? നമ്മുടെ കൈയും കാലും അതേപോലെ കുപ്പിയും പാട്ടയൊക്കെ അല്ലേ കാണിച്ചേ? പക്ഷെ അങ്ങനെ ഈ കൈറാൽ പ്രോപ്പർട്ടി കാണിക്കുന്ന ആളുകൾ, അതായത് സൂപ്പർ ഇമ്പോസ്ഡ് മിറർ ഇമേജ് കാണിക്കുന്ന ആളുകളുടെ കാര്യം പറയാണ്. 2 ക്ലോറോബ്യൂട്ടൈൻ, 2,3 ഡൈഹൈഡ്രോക്സി പ്രൊപ്പനാൽ, അങ്ങനെ 2 ബ്രോമോ ക്ലോറോ ഐഡോമീഥൈൻ, അതേപോലെ എന്താ? 2 ബ്രോമോ എന്താ മക്കളെ? ഇവിടുത്തെ 3 ആണേ. സോറി. ബ്രോമോ ക്ലോറോ ഐഡോ മീഥേൻ. അടുത്ത് നോക്കിക്കേ, 2 ബ്രോമോ പ്രൊപ്പനോയിക് ആസിഡ്. ഇവരൊക്കെ എന്ത് കാണിക്കുന്നു? കൈറൽ പ്രോപ്പർട്ടി കാണിക്കുന്ന മോളിക്യൂൾസ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ടേമിലോട്ട് നമ്മൾ പോയി. ഇതൊക്കെ നമ്മൾ കേൾക്കാത്ത ടേമുകളാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. അടുത്തൊരു ടേമാണ് എനാൻഷോമേഴ്സ്. എനാൻഷോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാടാ? നമ്മുടെ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് തന്നെയാണ് എന്ത്? എനാൻഷോമേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജ് ഉണ്ടല്ലോ എന്റെ കയ്യില്. അതായത് ഐഡന്റിക്കൽ അല്ലാതെ വരുന്ന ആളുകൾ നമ്മുടെ കൈ ഓർത്താൽ മതി. നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജ് എടുത്തു. ഇമ്പോസിബിൾ മിറർ ഇമേജ് എടുത്തു. ഈ ഇമേജിനെ ഞാൻ വീണ്ടും എന്ത് ചെയ്യാൻ പോവുക? ഇവിടെ ഒരു മിറർ വെക്കുന്നു. അപ്പം ഒന്നുകൂടെ പറയാമേ മക്കളെ? നമുക്കിവിടെ ഒരു ഇമേജ് ഉണ്ട്. അതിനൊരു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കൂടെ കടത്തി വിടുന്നു. അല്ലെ വേണ്ട, ഒരു മിറർ വെക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ഇമേജ് 2 കിട്ടുന്നു. ഇമേജ് 2. ഇത് ഇമേജ് ഫസ്റ്റ്. അപ്പൊ ഈ ഇമേജ് 2 എന്താണ്? ഐഡന്റിക്കൽ അല്ല.
നമ്മുടെ കൈ ആണെന്ന് ഓർത്തു. അവിടെ ഇത് ഹാൻഡ്, എക്സാമ്പിൾ ഇവിടെ ഹാൻഡ് എന്ന് എഴുതുവാണ്, എക്സാമ്പിൾ ഹാൻഡ്. ഓക്കെ, അപ്പൊ ഇവരുടെ പ്രത്യേകത, ഇവരെന്താ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണ്. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഞാൻ വീണ്ടും എന്ത് വെക്കുന്നു മക്കളെ, ഒരു മിറർ വെക്കുന്നു. വീണ്ടും ഒരു മിറർ വെക്കുമ്പോ എനിക്ക് ഇവിടെ എന്ത് കിട്ടുവടാ, എന്റെ ഫസ്റ്റ് ആളെ കിട്ടത്തില്ലേ, എന്റെ ഫസ്റ്റ് ഇമേജിനെ കിട്ടില്ലേ, എനിക്കിവിടെ ഫസ്റ്റ് ഇമേജിനെ കിട്ടത്തില്ലേ, ഫസ്റ്റ് ഇമേജിനെ തന്നെ കിട്ടത്തില്ലേ? മനസ്സിലായോ ഈ പറഞ്ഞ കാര്യം? അതായത് നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യം ഓർത്തു വെച്ചേക്കണം. നോൺ സൂപ്പർ ഇമ്പോസിബിൾ എന്താണ്, സൂപ്പർ ഇമ്പോസിബിൾ എന്താണ്, കൈറാൽ എന്താണെന്ന് ഓർത്ത് വെച്ചേക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ കാണിക്കുന്ന ആളുകൾ, ഇങ്ങനത്തെ പ്രോപ്പർട്ടി കാണിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എനാൻഷോമേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ ഇവരെന്താ, ഈ ഫസ്റ്റ് ഇമേജും ഈ തേർഡ് ഇമേജും ഐഡന്റിക്കൽ അല്ലേ, ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനാൻഷോമേഴ്സ് എന്ന്. ഓക്കെ ആണല്ലോ. ഇനാൻഷോമേഴ്സ് possess ഐഡന്റിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടി, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, സോളിബിലിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എക്സെട്ര. അപ്പം എന്താണ് എനാൻഷോമേഴ്സ്, എന്താണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്ന് പഠിച്ചത് മനസ്സിലായല്ലോ. അതേപോലെ റൊട്ടേഷൻ ഓഫ് ഇനാൻഷോമേഴ്സ് ആർ 2 ടൈപ്പ്. അപ്പൊ ഈ ഇനാൻഷോമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇനാൻഷോമേഴ്സിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെക്സ്ട്രോയും കിട്ടും, ലീവോയും കിട്ടും. ഡെക്സ്ട്രോയുടെ പ്രത്യേകത എന്താ, പോസിറ്റീവ് ആണ്, ക്ലോക്ക് വൈസ് ആണ്. ലീവോയുടെ പ്രത്യേകത എന്താ, നെഗറ്റീവ് ആണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ നമ്മള് എന്തിനെ പറ്റിയിട്ടാ പറഞ്ഞേ, നമ്മൾ എന്തിനെ പറ്റിയിട്ടാ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളിവിടെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിനെ പറ്റിയിട്ടാ പറയുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആണ്, 2 ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ലീവോ റൊട്ടേറ്ററിയും കാര്യമാണ്. പിന്നെ മോളിക്കുലാരിറ്റി പറഞ്ഞു. പിന്നെ ഇവിടെ മറന്നു പോകരുത്, നമ്മുടെ കൈ ഓർത്താൽ മതി, കൈ കൈറാല് നോൺ സൂപ്പർ ഇമ്പോസിബിൾ, കാല് എന്ത് തന്നെ കൈറാലാണ്, എന്താണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ കൈറാൽ പ്രോപ്പർട്ടിയും എക്കൈറാൽ പ്രോപ്പർട്ടി ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതിയെ. അത് കാണിക്കുന്ന കോമ്പൗണ്ടുകൾ പറഞ്ഞു. പിന്നെ എനാൻഷോമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം നമ്മുടെ കണ്ണാടിക്ക് മുന്നിൽ നമ്മൾ കാണിക്കുന്ന നമ്മുടെ ഇമേജ്, അവിടെ ഒരു മിറർ വെക്കുന്നു. മിറർ വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു, നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു എന്ത് കിട്ടുന്നു, മിറർ ഇമേജിനെ കിട്ടുന്നു. ആ ഇമേജിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒരു കണ്ണാടി കാണിക്കുന്നു. അപ്പൊ നമ്മുടെ ഫസ്റ്റും തേർഡും ഇമേജ് എന്തായിട്ട് വരുന്നു, ഐഡന്റിക്കൽ ആയിട്ട് വരുന്നു. അങ്ങനെ ഐഡന്റിക്കൽ ആയിട്ട് വരുമ്പോ ഇവരെ നമ്മൾ, അപ്പൊ ഈ ആളുകളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നേ, ഫസ്റ്റിനെയും തേർഡിനെയും നമ്മൾ എന്തെന്ന് വിളിക്കുന്നേ, എനാൻഷോമേഴ്സ് എന്ന് വിളിക്കുന്നേ. ഫസ്റ്റിനെയും തേർഡിനെയും നമ്മൾ എന്താന്ന് വിളിക്കുന്നത്, എനാൻഷോമേഴ്സ്. അത് ഫസ്റ്റിന്റെ നോൺ സൂപ്പർ ഇമ്പോസിബിളിന്റെ മിറർ ഇമേജ് ആണ് ആര്, തേർഡ് എന്ന് പറയുന്നത്. എനാൻഷോമേഴ്സ് എന്ത് കാണിക്കുന്നുണ്ട്, ഐഡന്റിക്കൽ ഫിസിക്കൽ പ്രോപ്പർട്ടി, മെൽറ്റിംഗ് പോയിന്റ്, സോളിബിലിറ്റി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണിക്കുന്നുണ്ട്. എനാൻഷോമേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. 2 ടൈപ്പുള്ള റൊട്ടേഷൻസ് ഉണ്ട്, ഡെക്സ്ട്രോ ആൻഡ് ലീവോ ആണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള വേറെ ടേമാണ് റെസമിക് മിക്സ്ചർ. അതെന്താന്ന് വെച്ചാൽ എ മിക്സ്ചർ കണ്ടെയ്നിങ് 2 എനാൻഷോമേഴ്സ്. ആ മിക്സ്ചേഴ്സിന് എന്തുണ്ട്, 2 എനാൻഷോമേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഈക്വൽ പ്രൊപ്പോർഷൻ വിൽ ഹാവ് 0. അതായത് നമ്മളൊരു ഇമേജ് കാണിച്ചു, ഒരു ഇമേജ് കാണിക്കുന്നു, ഫസ്റ്റ് ഇമേജ് കാണിച്ചു, അതിനകത്ത് എന്തെന്ത് വന്നു, സൂപ്പർ ഇമ്പോസിബിൾ ആയിട്ടുള്ള മിറർ ഇമേജ് വരുന്നു. ഈ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് വന്നു. പിന്നെ നമ്മൾ അടുത്ത് എന്ത് ചെയ്തു, നമ്മൾ വീണ്ടും മിറർ കാണിക്കുന്നു, നമുക്ക് ഇമേജ് 3 കിട്ടുന്നു. അപ്പൊ ഈ ഇമേജ് 3യെയും ഫസ്റ്റിനെയും തേർഡിനെയും നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇനാൻഷോമേഴ്സ് വിളിക്കും. അങ്ങനെ 2 എണ്ണം വരുവാണെങ്കിൽ എന്ത് ചെയ്യും, രണ്ടുപേരും ക്യാൻസൽ ചെയ്തു പോകും, എല്ലാരും ക്യാൻസൽ ചെയ്തു പോകും. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യും. അങ്ങനെ ക്യാൻസൽ ചെയ്യുന്ന അങ്ങനത്തുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസമിക് മിക്സ്ചർ. റെസമിക് മിക്സ്ചർ റെപ്രസെന്റ് ബൈ ദി പ്രിഫിക്സ് ഓഫ് DL ഓർ പ്ലസ്. നമ്മൾ എന്ത് ചെയ്യുന്നു, റെസമിക് മിക്സ്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന DL അല്ലെങ്കിൽ എന്താ പ്ലസ് വെച്ചിട്ടാണ്. അതിന്റെ എക്സാമ്പിൾ ആണ് പ്ലസ് ബ്യൂട്ടാൻ 2-ol. അതായത് പ്ലസ് ബ്യൂട്ടാൻ, ഈ ബ്യൂട്ടാൻ 2-olനെ ഞാൻ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ക്യാൻസൽ ചെയ്തു പോകും. നമുക്ക് എന്റെ ഐസോമേഴ്സ് ക്യാൻസൽ ചെയ്തു പോകും. ഈക്വൽ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്തു പോകും. ഓക്കെ ആണല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. എന്തിനകത്ത്, നമ്മുടെ സ്റ്റീരിയോ കെമിസ്ട്രി എന്ന് പറയുന്ന പാർട്ടിൽ പറയാനുള്ളത്. ഇനി അടുത്ത് നമുക്ക് എലിമിനേഷൻ റിയാക്ഷൻ ആണ് പഠിക്കാനുള്ളത്.
അടുത്ത റിയാക്ഷൻ എന്ത്? എലിമിനേഷൻ റിയാക്ഷൻ. എലിമിനേഷൻ റിയാക്ഷൻ നോക്കിക്കേ മക്കളെ, നമ്മുടെ ഒരു ഹാലജൻ കോമ്പൗണ്ട്, ബി എന്ന് പറഞ്ഞ ആരാണ്? ബേസ് ആണ്. ബി എന്ന് പറഞ്ഞാൽ ബേസ് ആണ്. നമ്മൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ആൽഫ കോമ്പൗണ്ട്, നിങ്ങൾക്ക് അന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ഹാലജൻ കോമ്പൗണ്ട് അറ്റാച്ച് ചെയ്യിക്കുന്ന കോമ്പൗണ്ട് ആണ് ആൽഫ, തൊട്ടടുത്തുള്ള ആളാണ് ബീറ്റ. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ എന്ത് നടക്കും? ഇവിടോട്ട് എന്ത് ചെയ്യും? ബേസ് വരുന്നു, നമ്മുടെ ആര് എലിമിനേറ്റ് ചെയ്ത് പോകുന്നു? നമ്മുടെ ഹാലജൻ എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. നമുക്ക് എന്തിനെ കിട്ടുന്നു? ആൽക്കീനെ കിട്ടുന്നു. അപ്പൊ എലിമിനേഷൻ റിയാക്ഷനകത്ത് നമുക്ക് ആൽക്കീനെ എന്ത് ചെയ്യുന്നു? ഇവിടെ കിട്ടുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഞാൻ കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് രണ്ട് കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ, അതായത് രണ്ട്, നോക്കിക്കേ, സി എക്സ് സി സി, ഇങ്ങനെ രണ്ട്, ഇതാണ് ആൽഫ കോമ്പൗണ്ട്, ഇതാണ് ബീറ്റ കോമ്പൗണ്ട്. അപ്പൊ ഇവിടെ ബേസ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന എവിടാ? നമ്മുടെ ബീറ്റ കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹൈഡ്രജൻ ആറ്റത്തിലോട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കോമ്പൗണ്ട് വരുവാണെങ്കിൽ നമുക്ക് മോർ ദാൻ ആൽക്കലി ഉണ്ടാകും. മോർ ദാൻ വൺ ആൽക്കലി ഡ്യൂ ടു ദ എബിലിറ്റി ടു മോർ ദാൻ വൺ ഹൈഡ്രജൻ ആറ്റം ഈസ് യൂഷ്വലി വൺ ആൽക്കീൻ ഈസ് ഫോംഡ് ആസ് മേജർ പ്രോഡക്റ്റ്. നമുക്കിവിടെ എന്ത് കോമ്പൗണ്ട്സ് ഉണ്ടാകും മക്കളെ? അതായത് നമുക്കിവിടെ ആൽക്കീൻ ഉണ്ടാകത്തില്ലേ? അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരാളെ, ഇതിനകത്തുള്ള ഒരാളായിരിക്കും മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് സെന്റർ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബീറ്റ കാർബൺ ഉണ്ട്, ഇവിടുന്ന് ഇങ്ങനെ വന്നു ഇവിടെ എലിമിനേറ്റ് ചെയ്തു, നമുക്ക് സി ഡബിൾ ബോണ്ട്, സി എന്ത് വരുന്നു? CH3 വരുന്നു. പിന്നെ എങ്ങനെ വരാം? CH3, സി ഡബിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട് എന്ത് വരുന്നു? CH ഡബിൾ ബോണ്ട് CH3, CH വന്നു കഴിഞ്ഞാൽ ഇവിടെയും വരുന്നുണ്ട്, ഇവിടെയും വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താ? ആദ്യത്തെ മോളിക്കൂൾ, അതായത് ഒരെണ്ണം മാത്രം ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന മോളിക്കൂൾ ആയിരിക്കും മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ദിസ് പാറ്റേൺ ആദ്യമായിട്ട് ഒബ്സർവ് ചെയ്ത സയന്റിസ്റ്റിന്റെ പേരാണ് അലക്സാണ്ടർ സേറ്റ്സവ്. കേട്ടോ? ഓക്കെ ആണല്ലോ. അതിന്റെ റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. നോക്കിക്കേ, ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാര്യം, പെന്റാ-2 റിയാക്ഷൻ നടക്കുന്നു, നമുക്ക് 2 ബ്രോമോ പെന്റീനും പെന്റീൻ 1 ഉണ്ടാകുന്നു. അപ്പൊ നമ്മുടെ മേജർ പ്രോഡക്റ്റ് ആരാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്താണ് റിയാക്ഷൻ വിത്ത് മെറ്റല്. മോസ്റ്റ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓർഗാനിക് ക്ലോറൈഡ്, ബ്രോമൈഡ് ആൻഡ് അയഡൈഡ് റിയാക്ട് വിത്ത് മെറ്റൽ ടു ഗീവ് എന്താ കിട്ടുന്നത്? നമുക്ക് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് കിട്ടുന്നു. എല്ലാ മെറ്റൽസും ഓർഗാനിക് കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് കിട്ടുന്നു. ഓർഗാനിക് മെറ്റാലിക് കോമ്പൗണ്ട്സിനെ പറ്റിയിട്ട് നമ്മൾ ആദ്യത്തെ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഒരു ഓർഗാനിക് മെറ്റാലിക് കോമ്പൗണ്ട് ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് വിളിക്കുന്നത്. ഗ്രിഗ്നാർഡ് റിയേജന്റിന് പ്രത്യേകതയുണ്ട്, അത് കാണാതെ പഠിച്ചു വെച്ചേക്കണം മക്കളെ. ഈ കാണുന്ന ആള് RMgX എന്നാണ് നമ്മൾ ഗ്രിഗ്നാർഡ് റിയേജന്റിനെ സൂചിപ്പിക്കുന്നത്. RMgX, ഇതാണ് എന്ത്? ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഓർത്ത് വെക്കണം. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് വെച്ച് ഇനി ഒരുപാട് റിയാക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതെന്താ? നമ്മുടെ ഏത്? അപ്പം ഈ ബ്രോമോ ഈഥേനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രോമോ ഈഥേനകത്തോട് മഗ്നീഷ്യം പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും? ഗ്രിഗ്നാർഡ് റിയേജന്റിനെ കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പൊ നോക്കിക്കേ, ഇനി അടുത്ത റിയാക്ഷൻ ആണ് വുഡ്സ് റിയാക്ഷൻ. ആൽക്കിൽ ഹാലൈഡ് റിയാക്ട് വിത്ത് സോഡിയം ഇൻ ഡ്രൈ ഈതർ ടു ഗീവ് ഹൈഡ്രോകാർബൺ കണ്ടെയ്നിങ് ഡബിൾ ബോണ്ട്, ഡബിൾ നമ്പർ ഓഫ് കാർബൺ ആറ്റം പ്രസന്റ് ഇൻ ഹാലൈഡ്. നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ഡ്രൈ സോഡിയം വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? കാർബൺ ആറ്റം പ്രസന്റ് ഇൻ ഹാലൈഡ്, ഡബിൾ ബോണ്ട് കിട്ടും. എന്തിനകത്ത്? ഹൈഡ്രോകാർബണകത്ത് ഡബിൾ ബോണ്ട്, അതായത് ആൽക്കീൻ കോമ്പൗണ്ടുകൾ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് സോഡിയം ഹാലൈഡും കിട്ടും. സോഡിയം ക്ലോറൈഡോ സോഡിയം ബ്രോമൈഡോ അങ്ങനത്തെ കോമ്പൗണ്ട്സുകൾ കിട്ടും. അതാണ് വുഡ്സ് റിയാക്ഷൻ. ഇപ്പൊ സാൻമേയേഴ്സ് റിയാക്ഷൻസ്, വുഡ്സ് റിയാക്ഷൻസ്, അതേപോലെ തന്നെ സിംഗിൾ സ്റ്റീൻ റിയാക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിവിടെ ഹൈബ്രിഡൈസേഷന്റെ കാര്യം പറഞ്ഞേക്കുന്നത് നേരത്തെ പറഞ്ഞാണ്. ഡബിൾ ബോണ്ടിൽ എന്ത് വരുന്നു? ഡബിൾ ബോണ്ട് ഉള്ളവർക്ക് sp2ഉം സിംഗിൾ ബോണ്ട് ഉള്ളവർക്ക് എന്താണ്? sp3 ആണെന്ന് ഓർത്താൽ മതി. ഇനി അടുത്ത ഹാലോ അൽക്കീൻസ് എന്താണ്? ലെസ് റിയാക്റ്റീവ് ആണ്. ആരൊക്കായി? ഹാലോ അൽക്കീൻസിനൊക്കായി. CC ബോണ്ട് ലെങ്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. മറ്റ് ഹാലോ അലീൻസിന്റെ ബോണ്ട് ലെങ്ത് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി റീപ്ലേസ്മെന്റ് റിയാക്ഷൻസ് ആണ്. Chlorobenzene can be converted to phenol by heating hydroxide solution of a temperature 623. നോക്കിക്കേ, റീപ്ലേസ്മെന്റ് റിയാക്ഷൻ NaOH വെച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. അത് NaOH വരുന്നു, ഇതിനകത്ത് എന്താ? ക്ലോറിൻ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു. NaOH ഇങ്ങോട്ട് വരുന്നു, അതിനകത്ത് എന്ത് ചെയ്യുന്നു? നമ്മുടെ
ആരാ വരുന്നത്? നമ്മുടെ OH കോമ്പൗണ്ട് ഇങ്ങോട്ട് വരുന്നു. Cl എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്ത് പോയിട്ട് ഇവിടെ എന്ത് വരുന്നു? NaCl വരുന്നു. റീപ്ലേസ്മെന്റ് നടക്കാണ്. അടുത്തത് നമ്മൾ പറയുന്ന അടുത്ത റിയാക്ഷൻസ് ആണ്. നോക്കിക്കേ, NaOH, the presence of electron withdrawing group NO2 at the ortho and para position increase the reactivity. ഓർത്തോയിലും പാരായിലും NO2 ഉണ്ടെങ്കിൽ ആ റിയാക്ടിവിറ്റി എന്ത് ചെയ്യും? റീപ്ലേസ്മെന്റ് റിയാക്ഷന്റെ റിയാക്ടിവിറ്റി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ റീപ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലോറോ ബെൻസീനകത്ത് നിന്ന് എന്ത് വരുന്നു? ഇതാണ് ക്ലോറോ ബെൻസീൻ. ക്ലോറോ ബെൻസീൻ എന്ത് ചെയ്യുന്നു? ആ ക്ലോറോ ബെൻസിനകത്ത് ക്ലോറിൻ എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്യുന്നു. ആര് വരുന്നു? OH വരുന്നു. ക്ലോറിൻ റീപ്ലേസ് ചെയ്തിട്ട് ആര് വരുന്നു? NaOHനകത്തെ OH വരുന്നു. ഓക്കെ, ഫീനോൾ ഉണ്ടാകുന്നു. അപ്പം ഓർത്തോ പാരാ പൊസിഷനിൽ ആരുണ്ടെങ്കിൽ, നൈട്രോ കോമ്പൗണ്ട് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ എന്ത് കൂടുന്നു? നമ്മുടെ റിയാക്ടിവിറ്റി കൂടുന്നു. ഇനി നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഹാലജനേഷൻസ് എന്ന് വെച്ചാൽ ഹാലജൻ ക്ലോറിൻ ആഡ് ചെയ്യുന്നു, എക്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്കൊരു മേജർ പ്രോഡക്റ്റ് ഇവിടെ കിട്ടുന്ന ആരാ? പാരയാണ് ഇവിടുത്തെ മേജർ പ്രോഡക്റ്റ്. ഇവിടുത്തെ മൈനർ പ്രോഡക്റ്റ് ആരാ? ഓർത്തോ പ്രോഡക്റ്റ് ആണ്. എന്ത് മൈനർ പ്രോഡക്റ്റ്? ഓർത്ത് വെക്കണം. ക്ലോറിൻ എന്ത് ചെയ്തേക്കുക? ആഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അടുത്ത നൈട്രേഷൻ ആണ്. എന്ത് ചെയ്യുന്നു? ഈ ഡബിൾ ബോണ്ടിൽ എന്ത് ചെയ്യുന്നു? നൈട്രോ കോമ്പൗണ്ട് ആഡ് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ കിട്ടുന്ന കോമ്പൗണ്ടിന്റെ പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താ? ഇതാണ് ഓർത്തോ പൊസിഷൻ ആണ്. ഇതാണ് മേജർ പ്രോഡക്റ്റ്. ഇതെന്താ? പാരയാണ്. ഓക്കെ ആണോ? ഇനി അടുത്ത സൾഫറിക് ആസിഡ് എന്തെന്നു റിയാക്ട് ചെയ്യുന്നു. ഹാലജനേഷൻസ് നമ്മൾ പഠിച്ച H വന്ന് എന്ത് ചെയ്യുന്നു? ഓർത്തോ പൊസിഷനിലും എവിടെയും വരുന്നു? നമ്മുടെ പാരാ പൊസിഷനിലും വന്ന് നിൽക്കുന്നു. പാരാ പൊസിഷനിലും വന്ന് എന്ത് ചെയ്തു? നിൽക്കുന്നു. ഓക്കെ ആണല്ലോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഫ്രിലക്രാഫ്റ്റ് ആൽക്കലേഷനും അസൈലേഷനും ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? ഓർത്തോ ടൊലുവിൻ. ഇത് ഓർത്തോ ക്ലോറോ ടൊലുവിൻ ആണ്. ഇതിന്റെ പേരെന്താണ്? ഓർത്തോ ക്ലോറോ ടൊലുവിൻ. ഇതെന്താ വേഗം പറഞ്ഞു പോകുന്നതെന്ന് അറിയാമോ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇതാണ് പാരാ ക്ലോറോ ടൊലുവിൻ. നമുക്ക് ഓർത്തോ ക്ലോറോ ടൊലുവിനും പാരാ ക്ലോറോ ടൊലുവിനും കിട്ടുന്നു. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത അസൈലേഷൻ ആണ് ഫ്രെഡർക്രാഫ്റ്റിന്റെ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആരാ? അലൂമിനിയം ക്ലോറൈഡിനെയാണ്, അൺഹൈഡ്രസ്. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് അസറ്റോഫീനോൺ കോമ്പൗണ്ട്സിനെയാണ് കിട്ടുന്നത്. അപ്പൊ ആൽക്കലേഷനകത്ത് നമുക്ക് കിട്ടുന്നത് എന്താ? ക്ലോറോ കോമ്പൗണ്ട്, ഹാലോ അരീൻസിനെയാണ് നമുക്ക് കിട്ടുന്നത്. ഹാലോ അരീൻസിനെയാണ് കിട്ടുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഫീനോൺ കോമ്പൗണ്ടുകളാണ്. ഡബിൾ ബോണ്ടോ സി ഡബിൾ ബോണ്ടോ CH3 ഈ കോമ്പൗണ്ട്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അസറ്റോഫീനോൺ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ഡബിൾ ബോണ്ട് വരുന്ന കോമ്പൗണ്ട് എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമ്മള് ഇത്രയും കോമ്പൗണ്ട്സിനാണ് നമുക്ക് എവിടെ കിട്ടുന്നത്? അസൈലേഷനകത്ത് കിട്ടുന്നത്. ഇനി നമുക്ക് വുഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ ഉണ്ട്. ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ് വുഡ്സ് ഫിറ്റിംഗ് റിയാക്ഷൻ. ഈ ചാപ്റ്ററിൽ മാത്രമല്ല നമുക്ക് ഒരുപാട് റിയാക്ഷൻസ് പഠിക്കാൻ. എ മിക്സ്ചർ ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ആൻഡ് അരൈൽ ഹാലൈഡ് ഗീവ് ആൽക്കൈൽ അരൈൻസ്. നമുക്ക് എന്ത് കിട്ടുന്നു? സോഡിയം ഡ്രൈ ഈതറും സോഡിയം വെച്ച് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? ഇവിടെ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ വരാം? CH3 ആണേ. ടൊലുവിനോ അങ്ങനത്തെ കോമ്പൗണ്ട്സുകളൊക്കെ എന്താ നമുക്ക് എന്താ കിട്ടുന്നത്? ആൽക്കൈൽ അരൈൻ ആണ് കിട്ടുന്നത്. ആൽക്കൈൽ കോമ്പൗണ്ട് ആണ് ഇവിടെ വരുന്നത്. ഹാലോ കോമ്പൗണ്ടില ആൽക്കൈൽ അരൈൻസ് ആണ് വുഡ്സ് റിയാക്ഷനകത്ത് കിട്ടുന്നത്. അപ്പൊ വുഡ്സ് റിയാക്ഷൻ, സാൻമേസ് റിയാക്ഷൻ, അതേപോലെ എന്ത് റിയാക്ഷൻസ് ആണ് നമ്മുടെ? നോക്കിക്കേ, ഈ എക്സ് എന്ത് ചെയ്യുന്നു? റീപ്ലേസ് ചെയ്ത് പോകുന്നു. ഈ ആർ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് വരുന്നു. NaX. ഓക്കെ ആണല്ലോ. ആൽക്കിൽ കോമ്പൗണ്ട് ആണ് ഇത്. അപ്പൊ നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് ആണ്, ആൽക്കൈൽ അരീൻസ് ആണ് എവിടെ കിട്ടുന്നത്? വുഡ്സ് റിയാക്ഷനകത്ത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഫിറ്റിംഗ് റിയാക്ഷൻ ആണ്. ഫിറ്റിംഗ് റിയാക്ഷനിൽ നമുക്ക് കിട്ടുന്ന കോമ്പൗണ്ട് ആണ് ഡൈഫിനൈൽ കോമ്പൗണ്ട്. നമ്മൾ ബെൻസിന്റെ സ്ട്രക്ചർ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു, രണ്ട് ആരോമാറ്റിക് ആയിട്ടുള്ള ബെൻസിൻ കോമ്പൗണ്ടുകൾ ഫ്യൂസ് ചെയ്ത് കാണപ്പെടും. അവരെന്താണ്? ടോക്സിക് ആണെന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ. അത് കഴിഞ്ഞിട്ട് നോക്കിക്കേ, ഇവിടെ എങ്ങനെയാ രണ്ട് ഫിനൈൽ കോമ്പൗണ്ട് വന്നേ? ഇതേപോലത്തെ രണ്ട് ഹാലോ കോമ്പൗണ്ട്സ് ആണ് ഇവിടെ. എക്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട്, അടുത്ത എന്താ? എക്സ് എന്ന് പറയുന്ന കോമ്പൗണ്ട്. രണ്ട് ഹാലോ കോമ്പൗണ്ട് റിയാക്ട് ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? 2NaX പോകുന്നു. പിന്നെ ഇവിടെ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ കോമ്പൗണ്ട് ഇങ്ങനെ
യൂസ് ചെയ്ത് കാണപ്പെടുന്നു. ഇയാളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈഫീനൈൽ. 2 ഫീനൈൽ കോമ്പൗണ്ട്സ്. ഓക്കെ ആണല്ലോ. പോളി ഹാലജൻ കോമ്പൗണ്ട്സിന്റെ പ്രത്യേകതകളെ പറ്റി നമ്മൾ പറയാൻ പോവാന്ന്. അതായത് ഒന്നോ അതിലധികമോ ദ കോമ്പൗണ്ട് കണ്ടെയ്നിങ് മോർ ദാൻ 1 ഹാലജൻ ആറ്റം. അപ്പൊ അതിനകത്ത് ഒന്നാമത്തെയാണ് ഡൈക്ലോറോമീഥിയൻ ആണ്, അല്ലെങ്കിൽ മെഥിലീൻ ക്ലോറൈഡ്. അത് സോൾവെന്റ് ആയിട്ട് പെയിന്റ് റിമൂവറിൽ യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മെറ്റൽ ക്ലീനിങ്ങിന്, ഇതിന്റെ യൂസസ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. മെറ്റൽ ക്ലീനിങ്ങിനും ഫിനിഷിങ്ങിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് മെഥിലീൻ ക്ലോറൈഡ് ഹാം ടു ഹ്യൂമൻ നെർവ് സിസ്റ്റം. നമുക്ക് ഇതെന്താ, നമ്മുടെ ഹ്യൂമൻ നെർവ് സിസ്റ്റത്തിന് എന്താ, ഹാർംഫുൾ ആണ്. അടുത്ത നമുക്ക് ഇത് ഡയറക്റ്റ് കോണ്ടാക്ട് വരുവാണെങ്കിൽ നമുക്ക് എന്തുണ്ടാകുന്നു, ക്ലോറൈഡ് കോസസ് ഇന്റൻസീവ് ബേണിംഗ് ഉണ്ടാകും, നമ്മുടെ കയ്യിൽ പൊള്ളലുകൾ ഉണ്ടാകുന്നു. ഡയറക്റ്റ് കോണ്ടാക്ടിന് അയിൽ വരുവാണെങ്കിൽ നമ്മുടെ കോർണയിലെ, കണ്ണിലെ കോർണ എന്ത് ചെയ്യും, അടിച്ചു പോകും. ഈ ട്രൈക്ലോറോമീഥേൻ, ഇയാളുടെ വേറെ പേരാണ് ക്ലോറോഫോം. ഈ ക്ലോറോഫോം പണ്ട് നമ്മുടെ സർജറിയിൽ അനസ്തേറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അനസ്തേറ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ടോക്സിക് ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. Chloroform is slowly oxidized by air, presence of light to an extremely toxic. Carbonyl chloride is known as a phosgene. Carbonyl chloride നമ്മൾ phosgene എന്താന്ന് പഠിച്ചിട്ടുണ്ട്, PH3 എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, phosgene. Carbonyl chloride is also known as a phosgene. Okay ആണല്ലോ. ഇത് ട്രൈഐഡോമീഥേൻ ആണ്. ഇറ്റ് വാസ് earlier used as ആന്റിസെപ്റ്റിക്. ട്രൈഐഡോമീഥേനെ നമ്മൾ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്താണ് ടെട്രാക്ലോറോമീഥേന്. നമ്മൾ ഈ ടെട്രാക്ലോറോമീഥേൻ 1960കളിൽ എന്തായിട്ട് ക്ലീനിങ് ഫ്ലൂയിഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. CCl4 കാർബൺ ടെട്രാക്ലോറൈഡ്. കാർബൺ ടെട്രാക്ലോറൈഡ് എന്ത് ചെയ്യുന്നു, ലിവർ ക്യാൻസേഴ്സ് ഉണ്ടാക്കുന്നു. ദ കെമിക്കൽ മേ ഇറിറ്റേറ്റ് ഐ കോണ്ടാക്ട്. ഈ ഐയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു, ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ഓസോൺ ലെയറിന്റെ വിള്ളറിന് കാരണം ആരാ, നമ്മുടെ ടെട്രാക്ലോറോമീഥേൻ ആണ്, അല്ലെങ്കിൽ CCl4 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതെല്ലാം എന്താ, പോളി ഹാലജൻ കോമ്പൗണ്ട്, അതായത് ഒന്നിലധികം ഹാലജൻ കോമ്പൗണ്ട്സുകൾ വരികയാണെങ്കിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകളാണ്. അവർ ലെസ് ടോക്സിക്കും കൂടെ ആണ്. അപ്പൊ അടുത്ത ഫ്രിയോൺസ് ആണ്. ഫ്രിയോൺസ് നമുക്ക് എന്താണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ കോമ്പൗണ്ട് ആണ്. മീഥേൻ ആണ് ഈഥേൻ ആസ് നോൺ ആസ് ഫ്രിയോൺസ്. ദേ ആർ എക്സ്ട്രീംലി സ്റ്റേബിൾ ആൻഡ് അൺറിയാക്റ്റീവ് നോൺ ടോക്സിക്. നമ്മുടെ റെഫ്രിജറേറ്ററിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഫ്രിയോൺ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. ഫ്രിയം 12 എന്ന് പറഞ്ഞാൽ CCl2F2 ആണ്. അത് മോസ്റ്റ് കോമൺ ഫ്രിയോൺ ഇൻ ഇൻഡസ്ട്രിയൽ യൂസ്. ഇൻഡസ്ട്രിയൽ യൂസിന് ഉപയോഗിക്കുന്ന ആളാണ് CCl2F2 ആണ് കേട്ടോ. ഫ്രിയം 12 എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, അടുത്ത ഒരു കാര്യമാണ് ഡൈക്ലോറോ ഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥേൻ. അത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, നമ്മുടെ DDT ആണ്. അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഉറുമ്പുപൊടി എന്നൊക്കെ പറയത്തില്ലേ, അത് നമ്മൾ ഇൻസെക്ടിസൈഡ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഈ പോൾ മുള്ളർ എന്ന് പറയുന്ന സയന്റിസ്റ്റിന് ഇതിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എഫക്ടിവിറ്റിനെ പറ്റിയിട്ട് എന്ത് ചെയ്തതിന് വേണ്ടിയിട്ട്, പഠിപ്പിച്ചതിന് വേണ്ടിയിട്ട്, അല്ലെ റിസർച്ച് നടത്തിയതിന് നമുക്ക് പോൾ മുള്ളറിന് എന്ത് കിട്ടിയിട്ടുണ്ട്, നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. DDT എന്ത് ചെയ്തു, 1973 എന്ത് ചെയ്തു, ബാൻ ചെയ്തു. ബാൻ ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ പേര് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൈലന്റ് സ്പ്രിംഗ് ആണ്. ആ ബുക്കിന്റെ പേരെന്താ, സൈലന്റ് സ്പ്രിംഗ്. അത് എഴുതിയ ആളുടെ പേരാണ് റേച്ചൽ കേഴ്സൺ. റേച്ചൽ കേഴ്സൺ എന്ന് പറയുന്ന ആളാണ് ആ ബുക്ക് എന്ത് ചെയ്തത്, എഴുതിയത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ റേച്ചൽ കേഴ്സന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന ബുക്കിലാണ് നമ്മുടെ DDTയുടെ എഫക്റ്റീവ്നെസ്സിനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റും പറയുന്നത്. അപ്പം ആ DDT, ഈ പുസ്തകം കാരണമാണ് നമ്മുടെ DDT എവിടെ ബാൻ ചെയ്യുന്നത്, നമ്മുടെ USA ബാൻ ചെയ്യുന്നത്. നമ്മളൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം DDT ആണ് ഇതിനകത്ത് പോളി ഹാലജൻ കോമ്പൗണ്ട്സിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള കോമ്പൗണ്ട് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DDT ആണ്. പഠിച്ചു വെച്ചേക്കണം. ഓക്കെ ആണല്ലോ. ഇനി DDTയുടെ എന്താ കെമിക്കൽ, നമ്മുടെ സ്ട്രക്ചർ ആണ് ഈ കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, എത്ര ക്ലോറിൻ ഉണ്ട്, 1 2 3 4 5. അപ്പം പോളി ഹാലജൻ എന്ന് വെച്ചാൽ 1ൽ കൂടുതൽ. അപ്പൊ നോക്കിക്കേ, 2 ബെൻസീൻ റിംഗ് ഉണ്ട്. ഇപ്പൊ ഇത്രയും ക്ലോറിനെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. നമുക്ക് ചിലപ്പോൾ സ്ട്രക്ചർ തരും. സ്ട്രക്ചർ എന്നിട്ട് നമുക്ക് ചോദിക്കുന്നത് എന്തിന്റെ സ്ട്രക്ചർ ആണെന്ന്. അപ്പൊ നമ്മള് ഹാലോ അൽക്കീൻസും ഹാലോ വെരിൻസും എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ഇന്ന് പഠിച്ചത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ ഓക്കെ, താങ്ക് യു.